السلام عليكم. وعليكم السلام ورحمة الله. السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله. സുഹൃത്ത് പറയാൻ പോണത് സുഹൃത്തിന്റെ അർത്ഥമാണ് കുട്ടികളെ പറയാൻ പോകുന്നത്. സൂറ ഫീൽ. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. പുതിയ സ്റ്റുഡൻസ് എല്ലാം വന്നോ? പുതിയ ഒരാളുടെ ശബ്ദം കേട്ടോ അവിടെ? ഒരാരെങ്കിലും ഉണ്ടോ? السلام عليكم ورحمة الله. وعليكم السلام ورحمة الله. من أنت؟
من أنت؟ عبد الله. عبد الله. آه. كيف حالك يا عبد الله؟ الحمد لله. الحمد لله طيب. الحمد الحمد لله لله زين. زين. الحمد لله زين زين. الحمد لله. زين الحمد لله. طيب من يقول معنا سورة الفيل؟ من يقول معنا سورة الفيل؟ എല്ലാവർക്കും നമ്പർ ഓർമ്മയുണ്ടല്ലോ? രജിസ്റ്റർ നമ്പർ ഓർമ്മയുണ്ടോ? സീരിയൽ നമ്പർ? ഓ സാർ. സീരിയൽ നമ്പർ ഓർമ്മയുണ്ടോ? ഓ ഉമ്മന്റെ നമ്പർ എത്ര? 6 or 7 ആണ്. 6 ആണെന്ന് തോന്നുന്നു. 6. ഉമർ 6. ആ സാർ. ഇബ്രാഹിം 3 എല്ലാരും പറഞ്ഞുതരാം. എല്ലാരും എത്തിയാ? ഇനി ആരും ലിങ്ക് കിട്ടാത്തോണ്ട് വരാത്തവരുണ്ടോ? ലിങ്ക് കിട്ടാത്തോണ്ട് വരാത്തവരുണ്ടോ? ഓക്കെ, രജിസ്റ്റർ നമ്പർ ഉണ്ടല്ലോ. രജിസ്റ്റർ നമ്പർ എല്ലാവരും കേട്ടോളി. അബ്ദുള്ള 1, മുഹമ്മദ് മുഖ്താർ 2, മുഹമ്മദ് ഫജർ 3, മുഹമ്മദ് ഇബ്രാഹിം 4, മുഹമ്മദ് ഇസ്ഹാഖ് 5, മുഹമ്മദ് ഉമർ ഹഫീസ് 6, സൽമാൻ ഷെയ്ഖ് മൊഹീദ്ദീൻ 7, ഉസ്മാൻ ബിൻ നൗഷാദ് 8, ആയിഷ നൗഫൽ 9, അദ്നാൻ നിസാമുദ്ദീൻ 10, അഫീഫ് 11, ഫാത്തിമ വിയൻ 13, ഹംദാൻ 14, ഹംന 15, ഹന ഫാത്തിമ 16, ലിബ അൻവർ 17, മുഹമ്മദ് അഫ്സൽ 18, മുഹമ്മദ് ഫഹദ് 19, മുഹമ്മദ് ഹാദി 21,
മുഹ്സിന തസ്നീം 22. നാസിർ സിദ്ദീഖ് 23. നൈല ഫാത്തിമ 24. നൈല ഫാത്തിമ 24. ഷിഫ ഖദീജ 25. ഓക്കെ, ഞാനതും കിട്ടണ്ട. ഈ ക്രമത്തിൽ പേരുണ്ടെങ്കിൽ എല്ലാവരും കാത്തിരിക്കണം കേട്ടാ. ഫീല് കംപ്ലീറ്റ് പറയിപ്പിക്കില്ല, കുറേശ്ശെ പറയിപ്പിക്കുള്ളൂ. ഓക്കെ, ഫീല് കുറേശ്ശെയാണ് പറയിപ്പിക്കുന്നത്. എല്ലാവരും കാത്തിരുന്നോളണം. ഒരു പേര് കഴിഞ്ഞിട്ട് അടുത്ത ആ പേര് വിളിക്കും ഞാൻ കേട്ടാ. ഓക്കെ ആണോ? ഓക്കെ സർ. ഓക്കെ, ആരമയക്കുന്ന അപശബ്ദം വരുന്നത്? മദ്രസയിലാണോ? മദീനത്തുലും അല്ല. അമീർക്കും ഉമർ ബിൻ ഹഫീസ്. ഉമർ എല്ലാവരും നോക്കിയാ? ആരെയും വരാനുള്ളത്? മദീനത്തുലൂമിലെ എല്ലാവരും നോക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഓ ആ, നോക്കിയാ എല്ലാരും എത്തിയൊന്നും? ഇല്ല, എത്തിയില്ല. ഇനി ആരാ എത്താനുള്ളത്? ഉസ്മാൻ എത്താറുണ്ട്. പിന്നെ മാത്രമേ വരാതുള്ളൂ. ഈ മൈനസ് ആരാണ്? മൈനസാ? കൊറേ പേരില്ലാതെ കിടക്കണം. പേരില്ലാതെ കിടക്കുന്ന? ഓ, പേരില്ലാതെ കിടക്കുന്ന ഒരാളല്ലേ ഉള്ളു? ഓ, പേരില്ലാത്ത ആരാ കുട്ടികളെ? അത് അബ്ദുള്ള ആണ്. അതറിയില്ല. പേരില്ലാത്തവരെ എനിക്ക് അറിയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇബ്രാഹിം ഇല്ല, മുഖ്താർ ഇല്ല, ഉസ്മാൻ ഇല്ല. ഇബ്രാഹിം, മുഖ്താർ, ഉസ്മാൻ. അയിന അൻതും? അബ്ദുള്ള ഇല്ല. طيب, സൂറത്തുൽ ഫീൽ. സൂറത്തുൽ ഫീൽ ആദ്യം വരേണ്ട അബ്ദുള്ള ആണ്. അബ്ദുള്ള മൗജൂദ്? യാ അബ്ദുള്ള. Yes, sir. അബ്ദുള്ള, قل معنا سورة الفيل. بسم الله الرحمن الرحيم. استعذ بالله. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم ترى നീ കണ്ടില്ലേ? കൈഫ ഫഅല അങ്ങനെ പ്രവർത്തിച്ചു അവൻ. എങ്ങനെ പ്രവർത്തിച്ചുവെന്ന്? അങ്ങനെ പ്രവർത്തിച്ചവൻ. എങ്ങനെ പ്രവർത്തിച്ചുവെന്ന്? എങ്ങനെ പ്രവർത്തിച്ചവൻ? പ്രവർത്തിച്ചു എന്ന്. പ്രവർത്തിച്ചു എന്ന്. റബ്ബുക രക്ഷിതാവ്, നിന്റെ രക്ഷിതാവ്. ആൾക്കാരോട് അലം യജൽ അവൻ ആക്കിയില്ലേ കൈദവും അവരുടെ കുതന്ത്രത്തെ വരികേടിൽ. വാർസല അവൻ അയച്ചു അലീഹിം അവരുടെ മേൽ തയ്യറൻ പക്ഷികളെ അബാബിൽ കൂട്ടം കൂട്ടമായി. حسبك فقط മതി. ما معنى تضليل? വരികേടിൽ. തദ്ലീൽ എന്ന് മാത്രം പറഞ്ഞാൽ വഴികേട്. ഈ തദ്ലീൽ എന്ന് പറഞ്ഞാൽ വഴികേടിൽ. ما معنى أصحاب? أصحاب ആനയാണോ അസ്ഹാബ്? ആനയ്ക്ക് എന്ത് പറയാം അബ്ദുള്ള? ആനയ്ക്ക് ഫീൽ എന്ന് പറയും. അസ്ഹാബ്, നബിയുടെ അസ്ഹാബ് എന്ന് കേട്ടില്ലേ? അസ്ഹാബുൻ നബി. അസ്ഹാബ് എന്ന് പറഞ്ഞാൽ കൂട്ടുകാർ, ആളുകൾ. ഓക്കെ ഓക്കെ. കൈഫ
ഇങ്ങനെ طيب محمد مختار സർ طيب يبدأ من ترميهم بحجارة قل സർ معنا. അബ്ദുള്ള ഉസ്മാനും ഒരുമിച്ചാണ് സാർ. طيب مختار وين مختار؟ مختار موجود. محمد مختار. محمد فجر. സർ محمد فجر موجود. ഉണ്ടാ موجود എന്ന് ചോദിച്ചാൽ موجود എന്ന് വെച്ചാൽ ഉണ്ടോ എന്നർത്ഥം കേട്ടാ. ഹാദർ എന്ന് പറയണം. ഹാദർ. محمد فجر. ഹാജർ. طيب قل معنا ترميهم بحجارة من سجيل. കേട്ടില്ല, ഒന്നും പറയൂ. ترميهم തർമീഹിം അവ അവരെ എറിയുന്നു. തർമീ بحجارة من سجيل. بحجارة ചൂളയിൽ ചുട്ടെടുത്ത കല്ലുകളുണ്ട്. فجعلهم ഫജഅലഹും അങ്ങനെ അവൻ അവരെ ആക്കി كعسف مأكول. കാസ്പിൻ വൈക്കോൽ തുരുമ്പ് പോലെ മക്കൂൽ തിന്നപ്പെട്ട. طيب ما معنى ترمي؟ തർമീ അവരെ എറിയുന്നു. തർമി അവ എറിയുന്നു. അവ എറിയുന്നു. ഹിം കെ ചേർക്കുമ്പോഴാണ് തർമി ഹിം അവ അവരെ എറിയുന്നത്. ജഅല ഖലഖ അവൻ സൃഷ്ടിച്ചു, ഖലഖഹും അവൻ അവരെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞത്. طيب ما هي مفرد حجارة؟ ഹിജാറത്തിന്റെ മുഫ്രദ് എന്താണ്? മുഫ്രദ് മീൻസ് ഏകവചനം. ഹാജിർ. ഹാജിർ അല്ല. ഹജറുൽ അസ്വദ് ആയിട്ടില്ല. ഹിജാറത്ത് പ്ലൂറൽ, ഹിജാറത്ത് ജമ. അതാണ് ഇവിടെയുള്ള ഹിജാറത്ത്. മുഫ്രദ് ഏകവചനം ഹജർ. ما معنى سجيل؟ سجيل. ما معنى عصف؟ عصف سجيل ചൂളക്കല്ല് കേട്ടാ, ചൂളക്കല്ല്. عصف عصف. طيب ما معنى مأكول؟ عصف ويكول. ويكول ما معنى مأكول؟ ما معنى مأكول؟ طيب എവിടെ നിന്നാണ് മീൻ മാന പറഞ്ഞത്? ഫജർ ഫജറല്ലേ പറഞ്ഞത്? ഫജർ എവിടെ നിന്നാണ് മീനിങ് പറഞ്ഞത്? ബുക്ക് പറഞ്ഞ ബുക്ക് പറഞ്ഞാണോ? ബുക്ക് പറയാൻ ആര് പറഞ്ഞു? ബുക്ക് പറയാനാണോ നമ്മൾ ചോദിക്കുന്നത്? അങ്ങനെയാണോ? പിന്നെന്താ ബുക്ക് പറഞ്ഞത്? അപ്പൊ അത് തെറ്റാണോ ശരിയാണോ ബുക്ക് പറഞ്ഞത്? ഉസ്താദിനെ പറ്റിച്ച്, ഉസ്താദിനെ പറ്റിക്കാൻ പാടുണ്ടോ ഖുർആൻ പഠിക്കുമ്പോ? കണക്ക് പഠിപ്പിക്കാൻ പറ്റിച്ചാലും ഖുർആൻ പഠിപ്പിക്കാൻ പറ്റിക്കാൻ പറ്റില്ല. ഖുർആൻ പഠിക്കാൻ തന്നെ അള്ളാന്റെ കലാം പഠിക്കാൻ വേണ്ടി കള്ളം പറയാൻ പാടില്ല എൻ്റെ ഇടയിൽ. طيب محمد إبراهيم. محمد إبراهيم. محمد إبراهيم موجود؟ محمد إسحاق. محمد عمر. سر. طيب يبدأ من ألم ترى كيف. ആയത് പറയണേ. അലം തറ, അലം തറ നീ കണ്ടില്ലേ, കൈഫ എങ്ങനെ, ഫഅല പ്രവർത്തിച്ചുവെന്ന്, റബ്ബുക നിന്റെ രക്ഷിതാവ്, അസ്ഹാബ് കൂട്ടർ സഹോദരൻ, അസ്ഹാബിൽ ഫീൽ അന്നക്കാരോട്, അലം യജഅൽ അവൻ ആക്കിയില്ലേ, കൈതവും കുതന്ത്രക്കാര്
അവർ കുതന്ത്രം അവരുടെ കൈമഹും. കുതന്ത്രം ആ അവരുടെ കുതന്ത്രം ആ ഈ തവലിൽ വഴികേടിൽ വാർസല അവൻ അയച്ചു അലിഹിം അവരുടെ മേൽ ത്വയർ പക്ഷി അബാബിൽ കൂട്ടം കൂട്ടമായി. طيب حسبك ما معنى كيف കൈഫിന് അർത്ഥം اه എങ്ങനെ? ما معنى ترى അസ്സലാമു അലൈക്കും സർ. ترى وعليكم السلام ورحمة الله ترى റിപ്പോർട്ട് ترى ما معنى ترى കണ്ടില്ലേ? കണ്ടില്ലേ എന്നാ? കണ്ട് പറ പോക്കറ്റ് ഗേഡ് പഠിക്കുന്നുണ്ടാ ഉമറേ? എന്ത് സാർ? പോക്കറ്റ് ഗേഡ് പഠിക്കുന്നുണ്ടാ? പോക്കറ്റ് ഗേഡ് ഇല്ല. ആ പോക്കറ്റ് ഗേഡ് പഠിക്കണം. പോക്കറ്റ് ഗേഡ് എഴുതിയിട്ടുണ്ട്. തറ നീ കാണുന്നു. തറ നീ കാണുന്നു. പോക്കറ്റ് ഗേഡ് എന്ത് എഴുതിയിട്ടുണ്ട്? പോക്കറ്റ് ഗേഡിലെ എന്ത് എഴുതിയിട്ടുണ്ട്? തറ തറ ലം തറ. ലം തറ നീ കണ്ടില്ല. നീ കണ്ടില്ല. മറ്റേ വലിയ ബുക്ക് ഞാൻ പഠിച്ചു. ഏകദേശം ഓൾറെഡി അറിയാം. ഓക്കെ ഓക്കെ. സൽമാൻ 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 ഉണ്ടാ? طيب قول معنا ترميهم. സൽമാൻ പഠിച്ചിട്ട് വരാൻ പറഞ്ഞില്ലേ? പഠിച്ചാ? നോക്കണോ? എന്ത് പറ്റി സൽമാന്? അമീർ എഴുതി വെക്കണം കേട്ടാ. അർത്ഥം പറയാത്തവരെയും അർത്ഥം പറയാത്തവരെയും ബുക്ക് നോക്കി പറഞ്ഞവരെയൊക്കെ എഴുതി വെക്കണം. സാർ ഇബ്രാഹിമിന്റെ പേര് വിളിച്ചായിരുന്നു സാർ. ഞാൻ പറഞ്ഞ നമ്പർ അനുസരിച്ച് വിളിക്കുമെന്ന് പറഞ്ഞ നമ്പർ തന്നപ്പോ ഉണ്ടായിരുന്ന റിപ്പോർട്ട് പ്രോബ്ലം ഒന്ന് കാണിച്ചു സാർ. നമ്പർ തന്നപ്പോ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഞാൻ കേറിയിട്ട് വന്നില്ല. റൂം വന്നില്ലായിരുന്നു. ദാറ്റ് ഈസ് നോട്ട് മൈ പ്രോബ്ലം. അന്യ അടുത്ത പേര് വിളിക്കുന്നവരെ കാത്തിരുന്നു. സൽമാൻ എന്താ റെമഡി? എന്താ സൊല്യൂഷൻ? ഇനി പഠിച്ചിട്ട് എഴുതി വിടണം കേട്ടാ. കാണാതെ പഠിച്ചിട്ട് എഴുതി വിടണം. കണ്ടെഴുതരുത്. കാണാതെ പഠിച്ചിട്ട് എഴുതി വിടണം. അൽഫിൽ കാണാതെ പഠിച്ചിട്ട് മീനിങ് കാണാതെ പഠിച്ചിട്ട് എന്ത് ചെയ്യണം? മീനിങ് എഴുതി പോസ്റ്റ് ചെയ്യണം കേട്ടാ. ആയിഷ ആയിഷ മൗജൂദ? ആയിഷ മൗജൂദ? ഉസ്മാൻ ഉണ്ടോ? ഉസ്മാൻ ഉസ്മാൻ അബ്ദുള്ള ഒരേ അക്കൗണ്ട് ആണ്. മൈനസ് ഉസ്മാൻ മൗജൂദ്? ഉസ്മാൻ ഉണ്ടാ? പറയ് തർമീഹിം. ഉസ്മാൻ മീനിങ് പഠിച്ചാ? മദർസ പഠിപ്പിച്ചായിരുന്നു. എന്നിട്ട് എവിടെ പറയ്? തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ. തർമീഹിം അവരെ എറിയുന്നു. ആരെറിയുന്നു? അവ അവരെ എറിയുന്നു. ബിഹിജാറത്തിൻ കല്ലുകൾ കൊണ്ട്. മിൻ സിജ്ജീൽ ചുട്ടെടുത്ത. എവിടെ ചുട്ടെടുത്ത? ചൂളയിൽ. ചൂളയിൽ ചുട്ടെടുത്ത. ഫജഅലഹും അവൻ അവരെ ആക്കി. അങ്ങനെ അവൻ അവരെ ആക്കി. കഅസ്ഫിൻ വക്കോൽ തുരുമ്പ് പോലെ. മഅകൂൽ എണ്ണപ്പെട്ട. അതിന്റെ പൂർണ്ണക്രിയയിലേക്ക് മടക്കിയ മഅകൂലിന്. മഅകൂലിന്റെ പൂർണ്ണക്രിയയിലേക്ക് മടക്കാൻ. മനസ്സിലായില്ല. മഅകൂൽ എന്ന് പറഞ്ഞ് നമ്മൾ 21 രൂപം പഠിച്ചതിന്റെ ഏത് രൂപത്തിൽ വരും? മഅകൂൽ എന്ന് പഠിച്ചത് നമ്മൾ പഠിച്ച മഅകൂൽ എന്ന വാക്ക് നമ്മൾ പഠിച്ച 21 രൂപത്തിൽ ഏത് രൂപത്തിൽ വരും? ആർക്കും അറിയാം?
ക്രിയ അതാണ് സാർ. അതെ, ഏത് രൂപത്തിൽ വരും? അത് ഫത്തഹയുടെ ഒരു രൂപം പറയും. ഫത്തഹയുടെ ഒരു രൂപം പറയും. അക്കല. പോലുള്ള അക്കലയുടെ ക്രിയാധാതു. ക്രിയാധാതുവല്ല. മഅകൂൽ പോലെയുള്ള വേറെ ഒരു രൂപം പറയും. നമ്മൾ പഠിച്ച ഫത്തഹയുടെ ഒരു രൂപം പറയും. മഫ്തൂഹ് പോലെയാണ്. മഅകൂൽ മഫ്തൂഹ് പോലെയാണെങ്കിൽ അക്കലയുടെ പൂർണ്ണക്രിയ എന്തായിരിക്കും? സോറി, മഅകൂലിന്റെ പൂർണ്ണക്രിയ എന്തായിരിക്കും? അക്കല. അക്കല. ഞാൻ പറഞ്ഞു അല്ലേ? സാർ ഞാൻ പറഞ്ഞായിരുന്നു. ഒരാള് പറഞ്ഞു. അപ്പൊ ഞാനിത് ചോദിച്ചപ്പോഴത്തേക്ക് ആരും എഴുതിയിടാഞ്ഞത് വാട്സപ്പില്? സാർ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. സാറ് പറഞ്ഞില്ലേ ഈ റസലയുടെ കാര്യം, അത് എങ്ങനെയാണ് എഴുതേണ്ടത്? അങ്ങനെ എഴുതേണ്ടത് ഇപ്പഴാണ് ചോദിക്കുന്നത്. അറിഞ്ഞൂടെ എപ്പോഴും വിളിച്ചു ചോദിക്കണം. ഉമ്മ വിളിച്ചിരുന്നു, പക്ഷെ സാറിനെ കിട്ടിയില്ലാന്ന് പറഞ്ഞു. ഒരു കോളും വന്നിട്ടില്ല. കിട്ടിയില്ലാന്ന് ഉമ്മ പറഞ്ഞു. ഒരു കോളും വന്നിട്ടില്ല. സാർ എടുത്തില്ല. നമ്മുടെ ഉത്തരവാദിത്തം അല്ല, കുട്ടിയുടെ ഉത്തരവാദിത്തമാണ്. പഠിക്കുന്നത് നമ്മളെ കാണണം. സാർ അപ്പൊ ഈ പൂർണ്ണക്രിയെന്ന് ഒരു വേർഡ് അപൂർണക്രിയെന്ന് അങ്ങനെയാണോ എഴുതേണ്ടത്? അർസല അർസലു അർസലത്ത് അർസലത്ത് മർസലത്ത് അർസലന അങ്ങനെ എഴുതണം. എഴുതണം. അതിന്റെ 21 രൂപങ്ങൾ. 21 രൂപ എഴുതാൻ പറഞ്ഞില്ലല്ലോ, 7 രൂപ എഴുതാൻ പറയുള്ളൂ. 7 രൂപങ്ങൾ. ഓക്കെ. ഏതാണ് സാർ 7? വെയിറ്റ്. ആയിഷ പറയ്, മിൻ അലം തറ കീഫ. അലം തറ കീഫ. അലം തറ. അസ്തഈദ് ബില്ലാഹി ഖുൽ ബിസ്മില്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദ്യം ഇസ്തിആദ് പറയണം. അഊദു ബില്ലാഹി മിനശ് റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ, നീ കണ്ടില്ലേ? കൈഫ ഫഅല, എങ്ങനെ പ്രവർത്തിച്ചുവെന്ന്. റബ്ബുക, നിന്റെ രക്ഷിതാവ്. ബി അസ്ഹാബിൽ ഫീൽ, ആനക്കാരോട്. അലം യജ്അൽ, അവൻ ആക്കിയില്ലേ? കൈദഹും, അവരുടെ കുതന്ത്രത്തെ. ഫീ തദ്ലീൽ, വഴികേടിൽ. ഹസ്ബുക്കി. മാ മഅന മാ ഹിയ മുഫ്രദ് അസ്ഹാബ്? അസ്ഹാബിന്റെ ഏകവചനം എന്താ? അസ്ഹാബിന്റെ സ്വഹാബ്. സഹാബിയ. അസ്ഹാബിന്റെ ഏകവചനം. അസ്ഹാബിന്റെ ഏകവചനം ഒരാൾ പറയും. വേറൊരാൾ പറയും. എന്താണ് അസ്ഹാബിന്റെ ഏകവചനം? സാഹിബുൻ. കേട്ടാ ആയിഷ? മാ മഅന യജ്അൽ. മാ മഅന യജ്അലു? യജ്അലു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? യജ്അൽ, ആക്കിയില്ലേ. ആണോ? അല്ല, യജ്അലാണോ? യജ്അലു എന്ന് വെച്ചാൽ അവൻ ആക്കുന്നു. തറ. ഞാൻ പഠിപ്പിച്ചോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ബുക്കിലില്ല. തറ കണ്ടില്ലേ? അത് അലം തറ എന്ന് പറഞ്ഞാലാണ് കണ്ടില്ലേ. തറ എന്ന് മാത്രം പറഞ്ഞാല്, തറ എന്ന് മാത്രം പറഞ്ഞാൽ ആർക്കറിയാം എന്റെ അർത്ഥം? കണ്ടു. തറ എന്ന് പറഞ്ഞാൽ ആർക്കറിയാം? പറയ്. കാണുന്നു. തറ, നീ കാണുന്നു. മാ മഅന ലം തറ? ഞാൻ പറയട്ടെ. വേറൊരാൾ പറയും. ലം തറ. നാസേ, എന്താ ലം തറ എന്ന് പറഞ്ഞാല്? നീ കണ്ടില്ലേ? കണ്ടില്ലേ എന്ന് ചേരണമെങ്കിൽ ആ കൂടെ ചേരണം കേട്ടോ. നീ കണ്ടില്ല ആണോ? ലം തറ എന്ന് പറഞ്ഞാൽ നീ കണ്ടില്ല. ലം തറ, നീ കണ്ടില്ല. ആ ചേർത്താൽ ചോദ്യമായി. അലം തറ, നീ കണ്ടില്ലേ? നീ കണ്ടില്ലേ? അദ്നാൻ മൗജൂദ്? അദ്നാൻ വരുന്നില്ല ഇനി? എനിക്ക് അറിഞ്ഞൂടാ, അവരൊന്നും പറഞ്ഞില്ല. അഫീഫ് ഉണ്ടാ?
طيب അർത്ഥം പറയൂ അർസല അലൈഹിം. കഴിഞ്ഞ ക്ലാസ്സിനെ ഇല്ലായിരുന്നു. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച എല്ലാം പഠിപ്പിച്ചല്ല മോനെ. ഇത് ഏതോ ക്ലാസ്സിൽ പഠിപ്പിച്ച 2, 3, 4 ക്ലാസ്സെങ്കിലും ആവും ഇത് പഠിപ്പിച്ചിട്ട്. ഇത് പഠിപ്പിച്ചതിന് ശേഷം പിന്നെ ഹുമസ 2 എണ്ണം പഠിപ്പിച്ച്, പിന്നെ അസർ പഠിപ്പിച്ച് ഒരുപാട് ക്ലാസ്സായി. അഫീബ് കഴിഞ്ഞ ആഴ്ച വരാൻ എന്ത്? കഴിഞ്ഞ ക്ലാസ്സിൽ വീട്ടിൽ ഇല്ലായിരുന്നു. ഓക്കെ. അപ്പൊ ക്ലാസ്സിൽ വരാത്തതിന്റെ അന്ന് അഡ്വാൻസ് ആയിട്ട് അറിയിക്കണം കേട്ടോ. ഉണ്ടാവില്ല, കാരണം ഇവിടെ ഞാൻ ഇങ്ങനെ പേര് വിളിച്ചോണ്ടിരിക്കും. സാർ ഞാനൊരു ക്ലാസ്സിൽ ഇല്ലായിരുന്നു. ക്ലാസ് ഇല്ലായിരുന്നു, എവിടെ പോയിരുന്നു? ഞാൻ സാറിന് മെസ്സേജ് വിട്ടിരുന്നു. ഓക്കെ. ഫാത്തിമ, BN ഫാത്തിമ പറയ്. വാർസല അലൈഹിം അർത്ഥം പറയ്. വാർസല അലൈഹിം അർത്ഥം പറയാൻ. വാർസല അലൈഹിം തയ്റൻ അബാബീൽ. അറിയാമോ ഫാത്തിമ? ഫാത്തിമ അറിയില്ല. ഇഷ ഉണ്ട്, അദ്നാൻ ഇല്ല, അഫീഫ് ഉണ്ട്, ഫാത്തിമ ഉണ്ട് പക്ഷെ അറിയില്ല, ഹംദാൻ ഇല്ല, ഹംന ഉണ്ടോ? ഹംന പറയ്. വാർസല അലൈഹിം. അവരുടെ മേൽ അവൻ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأرسل عليهم അവരുടെ മേൽ അവൻ അയക്കുകയും ചെയ്തു ത്വയ്റൻ പക്ഷികളെ അബാബീൽ കൂട്ടം കൂട്ടമായി തർമീഹിം അവ അവരെ എറിയുന്നു ബിഹിജാറത്തിൻ കല്ലുകൾ മിൻ സിജ്ജിൽ ചൂളയിൽ ചുട്ട് കല്ലുകൾ കൊണ്ട് മിൻ സിജ്ജിൽ ചൂളയിൽ ചുട്ടെടുത്തത് ഫജഅലഹും അങ്ങനെ അവൻ അവരെ ആക്കി കാസ്ഫിൻ വൈക്കോൽ തുരുമ്പ് പോലെ മഅകൂൽ തിന്നപ്പെട്ട. നമ്മൾ അന്ന് പറഞ്ഞല്ലോ ആസിഫ് ഉണ്ടെന്ന്. ഓക്കെ. അർസല എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ആരയച്ചു? അവൻ. അപ്പൊ അവരയച്ചു എങ്ങനെ പറയും? അർസല അവനയച്ചു, അവരയച്ചു എന്ന് പറഞ്ഞു. ഫതഹ അവൻ തുറന്നു, അവർ തുറന്നു എന്നെങ്ങനെ പറയും? ഫതഹ അവൻ തുറന്നു, അവർ തുറന്നു എന്നെങ്ങനെ പറഞ്ഞത്? അപ്പൊ അർസല അവനയച്ചു, അവർ അയച്ചു. ത്വയ്റന്റെ സിംഗുലർ എന്താ? മാഹിയ മുഫ്രദ് ത്വയ്റൻ. സിംഗുലർ ത്വയ്റന്റെ സിംഗുലർ പോക്കല്ലിയല്ലോ ഉണ്ടാ? ത്വയ്റൻ ഉണ്ടല്ലോ. ത്വയ്റൻ സിംഗുലർ. മൻ യഅരിഫ് മുഫ്രദ് ത്വയ്റൻ? ത്വയ്റന്റെ മുഫ്രദ് ആർക്കറിയാം? ഏകവചനം ഖുർആനിൽ കണ്ടിട്ടുണ്ടല്ലോ. മുൽക്കിൽ എന്താ പറഞ്ഞു ത്വയ്റിനെ കുറിച്ച്? സുഹൃത്ത് മുൽക്ക് പഠിച്ചാറുണ്ട്. സാഫാത്തി യഖ്ദുബിന എന്നൊക്കെ പറഞ്ഞില്ലേ? في تضليل. طيب همنا ما معنى همنا ما معنى أبابيل؟ കൂട്ടം കൂട്ടമായി. ما هي مفرد حجارة؟ حجارة ഏകവചനം حجر. طيب من ثاني؟ عفيف، فاطمة، همنا.
ഹന ഫാത്തിമ ഉണ്ടോ? ഹന ഫാത്തിമ, ഹന ഫാത്തിമ. ലിബ അൻവർ, ഹന ഫാത്തിമ, ലിബ അൻവർ, ഹന ഫാത്തിമ, ലിബ അൻവർ. മുഹമ്മദ് അഫ്സൽ, അഫ്സലില്ലേ? ആ പറയേ. ഇവിടെ ഹന എവിടം വരെ പറഞ്ഞ അർത്ഥം? തർമീഹി മോല് പറയും. തർമീഹിം അവ അവരെ എറിയുന്നു, ബിഹിജാറത്തിൻ കല്ലുകൾ കൊണ്ട്, മിൻ സിജ്ജിൽ ചൂളയിൽ ചുട്ടെടുത്ത, ഫജഅലഹും അങ്ങനെ അവൻ അവരെ ആക്കി. കഅസ്ഫിൻ മഅകൂൽ. എവിടെ പോയി അഫ്സൽ? കഅസ്ഫിൻ മഅകൂൽ. അഫ്സൽ ഉണ്ടോ? മുഹമ്മദ് ഫഹദ്, മുഹമ്മദ് ഹാദി. യെസ് സർ. ഹാദി തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ. അർത്ഥം പറയും. തർമീഹിം സിജ്ജീൽ. തർമീഹിന്റെ അർത്ഥം അവ അവരെ എറിയുന്നു, ബിഹറാജത്തിൻ കല്ലുകൾ കൊണ്ട്, ബിഹിജാറത്തിൻ ബിഹിജാറത്തിൻ കല്ലുകൾ കൊണ്ട്, മിൻ സിജ്ജീൽ ചൂളയിൽ ചുട്ടെടുത്ത, ഫജഅലഹും അങ്ങനെ അവൻ അവരെ ആക്കി. കഅസ്ഫിൻ വൈക്കോൽ തുരുമ്പ് പോലെ, മഅകൂൽ തിന്നപ്പെട്ട. മഅകൂൽ തിന്നപ്പെട്ട എന്നാണെങ്കിൽ അവൻ തിന്നുമെന്ന് എങ്ങനെ പറയും? നേരത്തെ പറഞ്ഞു നമ്മളിവിടെ. ആർക്കറിയാം? അക്കല, അവൻ തിന്നു. അങ്ങനെയാണെങ്കിൽ അവൾ തിന്നുമെന്ന് എങ്ങനെ പറയും? അക്കലഹു എന്നാണ് അവൾ തിന്നു എന്ന് പറയുന്നത്. അക്കൽത്ത എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അക്കൽത്ത എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവൻ അവരെ. അക്കൽത്ത എന്ന് പറഞ്ഞാൽ നീ തിന്നുമെന്നാണ്. പത്തഹത്ത നീ തുറന്നു. പത്തഹത്ത. അവൾ തിന്നു. അവൾ തിന്നുന്നു. അക്കലഹ എന്ന് പറഞ്ഞാൽ അവളെ തിന്നുമെന്നാണ്. ഖലഖഹ അവനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞത്. അക്കലത്ത് അവൾ തിന്നു. അക്കലത്ത് അവൾ തിന്നു. തയ്യിബ്. നാസിഹ് അല്ല, മുഹ്സിന. ابدأي من ألم تر كيف. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. അലം തറ നീ കണ്ടില്ലേ, കൈഫ എങ്ങനെ, കൈഫ ഫഅല നിന്റെ കാല പ്രവർത്തിച്ചു എന്ന്, റബ്ബുക നിന്റെ നാഥൻ, ബി അസ്ഹാബിൽ ഫിൽ ആനപ്പടയോട്. അലം യജ്അൽ. മൈക്ക് പ്രോബ്ലം ആണ് സ്റ്റിൽ. അലം യജ്അൽ അവൻ ആക്കിയില്ലേ, കൈദഹും അവരുടെ തന്ത്രത്തെ, വഴികേടിൽ, വഅർസല അവൻ അയക്കുകയും ചെയ്തു, അലൈഹിം അവരുടെ മേൽ, ത്വയ്റൻ പക്ഷികളെ, അബാബീൽ കൂട്ടം കൂട്ടമായി. അസ്ഹാബിന്റെ ഏകവചനം സാഹിബുൻ. തദ്ലീലിന്റെ ഏത് രൂപമാണ് നമ്മൾ പഠിച്ചത്? കൈദിന്റെ അർത്ഥം എന്താ?
ചന്ദ്രൻ. ചന്ദ്രൻ. ഓക്കെ. മൈക്ക് ഇപ്പോഴും ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നത്? ആ. ലാപ്ടോപ്പ് സൗണ്ട് പ്രോബ്ലം ആണെന്ന് അറിഞ്ഞില്ലേ മുസിനാക്കൊന്നും അറിയുന്നില്ലെങ്കിലും നമ്മുടെ ചെവിയിൽ ഇങ്ങനെ കേട്ടിട്ടിരിക്കുക കേട്ടാ. അപ്പൊ അപ്പുറത്ത് പറയണം, അപ്പുറത്ത് ഇമ്മടത്തും പറയണം. ഒരു ഫോൺ മോക്ക് തന്നിട്ട് പോകാൻ പറയണം കേട്ടാ. അപ്പൊ ഇമ്മയുണ്ടോ അവിടെ? അപ്പൊ ഒരു ഫോൺ തരാൻ പറയണം. അതല്ലെങ്കിൽ ലാപ്ടോപ്പിലെ മൈക്ക് കറക്റ്റ് ആക്കാൻ പറയും. അപ്പൊ മുഹ്സിന കഴിഞ്ഞിട്ട് വിനാസി പറയും. വാർസൽ അലിഹിം പോലെ പറയും. അവർ അയച്ചു അലേഹി. ആരയച്ചു? അവർ എന്നോട് അവരെ അയച്ചു അലേഹി. അവരെ എന്നോട് നീട്ടി. അർസല എന്ന് പറഞ്ഞ ഫഅല, ഫതഹ, ജഅല പോലെയുള്ള ഒരു വാക്കല്ലേ അർസല. അവൻ അയക്കുകയും ചെയ്തു. വർസല അവൻ അയച്ചു അലേഹിം അവരുടെ മേൽ ത്വയറൻ പക്ഷികളെ അബാബിൽ കൂട്ടം കൂട്ടമായി. തർമീഹിം അവരെ എറിഞ്ഞു. ബിഹിജാറത്തിൻ കല്ലുകൾ കൊണ്ട്. മിൻ സിജ്ജിൽ തർമീഹിം അവരെ എറിഞ്ഞു. എറിയുന്നു. തർമീ താരി തുടങ്ങി എന്താ അപൂർണ ക്രിയ. തഫ്അലു തഫ്അലൂന. മനസ്സിലായോ? ഹിയ തഫ്അലു. അവരെ എറിയുന്നു. ബിഹിജാറത്തിൻ കല്ലുകൾ കൊണ്ട്. മിൻ സിജ്ജിൽ ചൂളയിൽ ചുട്ടെടുത്ത. ഫജഅലഹും അങ്ങനെ അവൻ അവരെ ആക്കി അസ്ഫിൻ വൈക്കോൽ തുരുമ്പ് പോലെ. മഅ്കൂൽ തിന്നപ്പെട്ട. അസ്ഫ് എന്ന വാക്ക് വേറെ എവിടെ ഉണ്ട്? അസ്ഫോ ഇവിടെ കണ്ടില്ല. വേറെ എവിടെ കണ്ടിട്ടുണ്ട് അസ്ഫ്? ഞാൻ കഴിഞ്ഞ അന്നത്തെ ക്ലാസ്സിൽ ചോദിച്ചായിരുന്നു. വൽഹബ്ബു ദുൽ അസ്ഫി വറൈഹാൻ പഠിച്ചില്ലേ? طيب ناصح ما معنى ما مفرد ما هي مفرد حجارة؟ ഏകവചനം. ഹിജാറത്തിന്റെ ഏകവചനം ليس حجر. حجر. طيب ما معنى كا؟ കായുടെ അർത്ഥം ആർക്കറിയാം? പോലെ. കാ പോലെ കേട്ടാ നാസേ. നാസ് കഴിഞ്ഞാരാ? നെയ്ല ഫാത്തിമ ഉണ്ടോ? നെയ്ല ഫാത്തിമ പറയും. സൂറത്തുൽ ഫിലിന്റെ തുടക്കം മുതൽ പറയും. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم ترى നീ കണ്ടില്ലേ കൈഫ ഫഅല എങ്ങനെ പ്രവർത്തിച്ചുവെന്ന് റബ്ബുക നിന്റെ രക്ഷിതാവ് ബി അസ്ഹാബിൽ ഫീൽ ആനപ്പടയോട് അലം യജഅൽ അവൻ ആക്കിയില്ലേ കൈദഹും അവരുടെ കുതന്ത്രം ഫീ തവലീൽ വഴികേട് വ അർസല അവൻ അയക്കുകയും ചെയ്തു അലൈഹിം അവരുടെ മേൽ തൈറൻ പക്ഷികളെ അബാബി കൂട്ടം കൂട്ടമായി. മതി 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 മതി. മാമാന അർസല ആക്കുകയും ചെയ്തു. അർസലയാണ് ആക്കുകയും ചെയ്തു. അർസല എന്ന് മാത്രം പറഞ്ഞാല് ആക്കി. ആക്കി. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവൾ ആക്കിയ അല്ല ആക്കി എന്ന് പറഞ്ഞാൽ അർസല എന്ന് പറഞ്ഞാൽ ആക്കി എന്നാണോ? ജാലയാണ് ആക്കി. അർസല അയച്ചു. അർസല ആരയച്ചു? അർസല അർസല എന്ന് പറഞ്ഞാൽ ആരയച്ചു എന്ന്? അർസല അവൻ അയച്ചു എന്നല്ലേ പറഞ്ഞത് തന്നെ? അർസല എന്ന് പറഞ്ഞാൽ അവൻ അയച്ചു എന്നാണെങ്കിൽ അവർ അയച്ചു എന്ന് എങ്ങനെ പറയും? അർസലു. അർസലു അവർ അയച്ചു. നെയ്ല ഫാത്തിമ
ഉസ്താദ്. നീലാണ് ഇപ്പൊ പറഞ്ഞിട്ടിരിക്കുന്നത്. ആ ഓക്കെ നീല. ഷിഫ ഖദീജ. ഷിഫ ഉണ്ടോ? സാർ ഇബ്രാഹിം. ആയിഷ. ഷിഫ ഖദീജ. വെയിറ്റ് ഇനി പറയുന്ന ആരാ? മുഖ്താർ ഉണ്ടോ? ആ സാർ. ആ സാർ. വെയിറ്റ്. ഇസ്ഹാഖ് ഉണ്ടോ? ഇസ്ഹാഖ് ഉണ്ടോ? ഇസ്ഹാഖ് ഇല്ല. ഉസ്മാൻ ഉണ്ടോ? ഉസ്മാൻ ഇല്ല. ഉസ്മാൻ ഉണ്ടോ? ഉസ്മാന്റെ മൈക്കിന് എന്താ പ്രശ്നം? അതിനാൻ ഹംദാനില്ല. ഹന ഉണ്ടോ? ഹന. ഹന ഇല്ലല്ലേ. ലിബ ഉണ്ടോ? ലിബ ഇല്ല. അഫ്സൽ ഉണ്ടോ? അഫ്സൽ പറഞ്ഞായിരുന്നു. അഫ്സൽ ഉണ്ടോ? സാർ ഇബ്രാഹിം പറഞ്ഞ. ഓ ഫഹദ് ഉണ്ട്. നാസിഹ് ഉണ്ട്. നൈല ഉണ്ട്. ഷിഫ ഇല്ല. തയ്യബ്. വാറസലാലയും തോർണബാബ്. നമുക്ക് പഠിക്കേണ്ടത് അർസല. അർസല. അർസലിന്റെ അർത്ഥം എന്താ? അർസല അർത്ഥം എന്താ? ആരയച്ചു? അവൻ അയച്ചു. അപ്പൊ അർസല അവൻ അയച്ചു. അർസലു അവർ അയച്ചു. അർസൽത്ത നീ അയച്ചു. അർസൽത്തും നിങ്ങൾ അയച്ചു. അർസൽത്തു ഞാൻ അയച്ചു. അർസൽന ഞങ്ങൾ അയച്ചു. ഞങ്ങൾ അയച്ചു. അർസലത്ത് അവൾ അയച്ചു. അവൾ അയച്ചു. ഈ 7 രൂപമാണ് എഴുതാൻ പറഞ്ഞത്. ബാക്കിയൊന്നും നമ്മൾ പഠിച്ച പാറ്റേണിൽ പെട്ടതല്ല കേട്ടോ. ഈ 7 രൂപ നമ്മൾ പഠിച്ച് നമുക്ക് പിന്നെ പഠിക്കേണ്ട കാര്യമില്ല. 7 രൂപ ഏത് ഗ്രേഡ് വന്നാലും നമുക്ക് പഠിക്കാൻ പറ്റും, പറയാൻ പറ്റും. അർസല അർസലു, അർസലത്ത് അർസലത്തും, അർസലത്ത് അർസൽന, ഹിയ അർസലത്ത്. അതേപോലെ മഅ്കൂൽ. മഅ്കൂലിന്റെ ഒന്നാമത്തെ രൂപം അക്കല. അർത്ഥം? അക്കലയുടെ അർത്ഥം? തിന്നപ്പെട്ട. അക്കല തിന്നപ്പെട്ടതാ? അവൻ തിന്നപ്പെട്ടത് അക്കല. അവൻ തിന്നു. അവൻ പറയും അക്കല. അവൻ തിന്നു. അക്കലു അവർ തിന്നു. അക്കൽത്ത നീ തിന്നു. അക്കൽത്തും നിങ്ങൾ തിന്നു. നിങ്ങൾ തിന്നു. അക്കൽത്തു ഞാൻ തിന്നു. അക്കൽന ഞങ്ങൾ തിന്നു. ഞങ്ങൾ തിന്നു. ഹിയ അക്കലത്ത് അവൾ തിന്നു. അവൾ തിന്നു. അപ്പൊ ഇത്തരം കാര്യം നമുക്ക് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല കേട്ടോ. അക്കല അക്കലു അക്കൽത്ത് അക്കൽത്തും അക്കൽത്തും അക്കൽന ഹിയ അക്കലത്ത്. അപ്പൊ ഏത് ക്രിയയുടെയും ഇനി 1 രൂപം കിട്ടിയാൽ ആദ്യത്തെ 6 രൂപം അല്ലെങ്കിൽ 7 രൂപം നമുക്ക് പറയാൻ ബുദ്ധിമുട്ടില്ല. ഇനി നമുക്ക് ചെയ്യേണ്ടത് റജഅ, കസബ, ഹമല. ഹമലയുടെ പട്ടിക ആര് പറയും? ഒരാൾ പറയും. കൈവെക്ക. ആരൊക്കെ പറയാമെന്ന് എനിക്കറിയാം. നോക്കട്ടെ. കൈവെക്കാത്തവരെ കുറിച്ച് പറയിപ്പിക്കാം. നാസ്. HTC ആരാ? മൻ HTC ആരാ? ആരാ? സൽമാൻ. ഖദീജ. ഖദീജാണോ? ഷിഫ ഖദീജ? അല്ല സാർ. ഖദീജ ആര്? ഉമർ ബിൻ നഫീസ്. ഓ, ഖദീജ ആരാ? നെയിം ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, നെയിം ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല. സെക്യൂരിറ്റി ചേഞ്ച് ചെയ്യാം. വേറെ ആരാ? ഹമല. അഫീഫ്. അഫീഫ് ഹമലയുടെ ടേബിൾ പറയും. അഫീഫ് ഉണ്ടാ?
ഓ സാർ. ആ ലറബ പഠിപ്പിക്കുന്നുണ്ടായിരുന്നല്ലോ ലറബ. ഓ ഉണ്ടായിരുന്നു. ആ അപ്പൊ ലറബ പോലെ ഹമല പറയും. ഹമല ഹമലു ഹമൽത ഹമൽതും ഹമൽതു ഹമൽന. ആ ലറബ യദ്രിബു ആണെങ്കിൽ ഹമല യഹ്മിലു. യഹ്മിലു യഹ്മിലൂന തഹ്മിലു തഹ്മിലൂന അഹ്മിലു നഹ്മിലു. ആ അഹ്മിൽ യഹ്മിൽ ഇഹ്മിൽ യഫ്തഹ്. ഇഹ്മിൽ ഇഹ്മിലു ലാ തഹ്മിൽ ലാ തഹ്മിലു. ഹാമിലുൻ. ഹാമിലുൻ മഹ്ലൂബുൻ ഹിംലുൻ. ഹിംലുനല്ല ഹിംലുനല്ല ഫാത്തിഹുൻ മഫ്തൂഹുൻ ഫത്ഹുൻ പോലെ. ഹാമിലുൻ മഹ്മൂലുൻ ഹംലുൻ. ഹംലുൻ. طيب പിന്നെ ഹിയ ഹമലത് ഹിയ തഹ്മിലു. ഹിയ ഹമലത് ഹിയ തഹ്മിലു. ഉസ്മാൻ 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 ഉണ്ടാ? ആ സാർ. ആ എന്താ കൈവെക്കാഞ്ഞത്? അറിയില്ലേ ഹമല? പറയ് ഹമല പറയ് നോക്കട്ടെ. ഹമല ഹമലു ഹമൽത ഹമൽതു ഹമൽതും ഹമൽന. യഹ്മിലു യഹ്മിലൂന ഹമൽതു ഹമൽന ഹമൽത ഹമൽതും ഹമൽതു ഹമൽന. ഒന്നുകൂടെ പറയാം. ഹമൽത ഹമൽതും ഹമലു ഹമൽത ഹമൽതും ഹമൽതു ഹമൽന. يحملون تحملون أحمل يحمل 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 لا تحمل حامل محمول حمل هي حملت هي حملت هي حملت هي حملت هي حملت എല്ലാം ഹമലത്ത് തന്നെ. هي حملت هي حملت حملت എന്നാ. صحيح يا مختار يا مختار സാർ മുഹമ്മദ് മുഖ്താർ. മുഖ്താർ ആരാ പറഞ്ഞത്? ഉസ്മാൻ പറഞ്ഞാൽ എന്താ തെറ്റ്? കേട്ടാ? അഫീഫ് ഉസ്മാൻ പറഞ്ഞാൽ എന്താ തെറ്റ്? ആ പറയ്. ഹിയ ഹമലത് ഹിയ തഹ്മിലു. ഹിയ ഹമലത് ഹിയ തഹ്മിലു. കേട്ടാ ഉസ്മാൻ? ഒന്നുകൂടെ പറയ് ഉസ്മാൻ. ഹാമിൽ മഹ്മൂൽ മുതൽ ഒന്നുകൂടെ പറയ് ഉസ്മാൻ. നൈല ഫാത്തിമ ഉണ്ടാ? പറയ് ഹമല ടേബിൾ പറയ്. ഹമല ഹമലു ഹമൽത ഹമൽതും ഹമൽതു ഹമൽന ഹിയ ഹമലത്. യഹ്മിലു യഹ്മിലൂന യഹ്മിലു യഹ്മിലൂന തഹ്മിലു തഹ്മിലൂന. അഹ്മിലു നഹ്മിലു. അഫ്തഹു എന്ന് പറയൂലേ? അദ്രിബു നദ്രിബു പഠിപ്പിച്ചുണ്ടായിരുന്ന ലറബ പഠിപ്പിച്ചപ്പോ? ലറബ പഠിപ്പിച്ചപ്പോ ഉണ്ടായിരുന്ന? അതല്ല, എന്റെ മൈക്ക് ഓഫ് ആയിപ്പോയത്. പറയൂ വേഗം പറയൂ. يحمل يحملون تحمل تحملون أحمل نحمل احمل احملوا لا تحمل لا تحمل حامل محمول حمل 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 هي حملت هي تحمل. നമ്മൾ ഫത്തഹൻ രൂപത്തിലുള്ള ക്രിയാധാതു ഉള്ളതാണ് ഇപ്പൊ പഠിപ്പിച്ചതെല്ലാം. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് വീഡിയോ എന്തായാലും ഹമല ഹംലുൻ. അക്കല ആര് പറയും? അക്കല ആയിഷ നൗഫൽ. ആയിഷ പറയും. എന്റെ 21 രൂപങ്ങളല്ലേ സാർ? അതെ പറയാം. അക്കലയുടെ മീനിങ് എന്താ? അക്കലയുടെ അർത്ഥമോ?
അക്കലയുടെ അർത്ഥം അഖല അഫലാ തഅഖിലൂൻ എന്നൊക്കെ ചോദിച്ചില്ലേ? അക്കല കഴിച്ചു. അത് ഹംസ ആണ് മോളെ. ഇത് ഐനാണ്. ഇത് ഐന് ഖാഫാണ്. അഖല അക്കല ഹംസ ഇട്ടിട്ട് കായാണെങ്കിൽ കഴിച്ചു. അഖല അഫലാ തഅഖിലൂൻ എന്ന് പറഞ്ഞില്ലേ? അതിന്റെ അർത്ഥം അക്കല ചിന്തിച്ചു. ചിന്തിച്ചു ഗ്രഹിച്ചു. ടേബിൾ എഴുതാൻ പറയും. അക്കല അക്കലു അക്കൽത്ത് അക്കൽത്തും അക്കൽത്തു അക്കലിന യഅകുലു യഅകുലൂന യഅകുലു അല്ല യഅകുലു എന്നവിടെ നീട്ടി. അങ്ങനെ ഒരു വാക്ക് നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ മോളെ. യഅകുലു പോലെ ഒരു വാക്ക് പഠിച്ചിട്ടുണ്ടോ നമ്മള്? യഅകുലു പോലത്തെ വാക്ക് മറ്റേ നമ്മളെ പഠിച്ചാ നമ്മള്? ഇല്ല. പിന്നെ എന്ത് എവിടെ നീട്ടി മറ്റേ നമ്മ്? അല്ല ഇത് പറഞ്ഞു പോയപ്പോ ഫ്ലോയില് അതെ അതെങ്ങനെ വന്നു? മധ്യത്തിൽ നമ്മള് പഠിച്ചിട്ടില്ല നമ്മള്? ഇല്ല, നമ്മള് ഇപ്പൊ പഠിക്കുന്നത് കെസറാണ്. അപ്പം യഅഖിലു യഅഖിലു യഅഖിലൂന ആദ്യമല്ലേ അക്കല അക്കല അക്കലു അക്കൽത്ത് അക്കൽത്തും അക്കൽത്തു അക്കലിന യഅഖിലു യഅഖിലൂന തഅഖിലു തഅഖിലൂന ആഖിലു നഅഖിലു യഅഖിൽ യഅഖിലു ലാ തഅഖിൽ ലാ തഅഖിലു ആഖിലുൻ മഅഖൂലുൻ മഅഖൂലുൻ അഖലുൻ ഹിയ അഖലത് ഹിയ തഅഖിലു. ഇനി ആരാ പറയാന്ന് പറഞ്ഞത്? ഉമർ ബിൻ ഹഫീസ്. സബഖ പറയും. സബഖ മുൻകടന്നു. സബഖ എന്താ അർത്ഥം? മുൻകടന്നു. സബഖ سبق سبقوا سبقت سبقتم سبقت سبقنا يسبق يسبقون تسبق تسبقون أسبق نسبق سابق اسبق اسبقوا لا تسبق لا تسبقوا سابق مسبوق سبق قلقل تاكي بري. سبق هي تسبق هي سبقت هي سبقت عادي مرنا بورنا كريا. هي سبقت هي تسبق. طيب ظلم عارف ولا ظلم؟ عمر نافيس. من؟ سلمان بري. سبق سبقوا سبقت ظلم أكرمن ചെയ്തു. അക്രമം ചെയ്തു. ظلم ظلموا ظلمت 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 ظلمنا يظلم يظلمون تظلم تظلمون أظلم نظلم اظلم اظلموا لا تظلم لا تظلموا ظالم مملوم ظالم مظلوم ظالم مظلوم مظلوم ظلم ഇവിടെ ഉണ്ട് ടേബിളിൽ. ظلم ظلم هي ظلمت هي ظلمت لا هي ظلمت هي ظلمت هي تظلم هي تظلم. അപ്പൊ ലലമയുടെ പ്രത്യേകത കേട്ടത് ആരൊക്കെയുണ്ട്? ലലമയുടെ പ്രത്യേകത കേട്ടോ? നാസേ ലലമയുടെ പ്രത്യേകത എന്താ? അപ്പൊ ലലമയുടെ ക്രിയാധാതു എന്താണ്? ലുൽമുൻ. ഓക്കെ. ഗഫർ ആർക്ക് പറയാം? ലലമയുടെ അർത്ഥം എന്താ? മുഹമ്മദ് ഇബ്രാഹിം. ലലമയുടെ അർത്ഥം എന്താണ്? അക്രമം. ലലമ അക്രമം ചെയ്തു. ഗഫറയുടെ അർത്ഥം? പാപമോചനം ചെയ്തു. പുറത്തു കൊടുത്തു. ആര് പറയും? മുഹമ്മദ് ഇബ്രാഹിം. ഇബ്രാഹിം പറയും. غفر غفروا غفرت غفرتم غفرت غفرنا يغفر يغفرون تغفر تغفرون أغفر نغفر اغفر يغفروا لا تغفر لا تغفروا غافر مغفور غرفل. ഇവിടെ എഴുതിയിട്ടുണ്ട് ഗാഫിറുൻ മഗ്ഫിറത്തുൻ. ഗഫറയുടെ പ്രത്യേകത മനസ്സിലായോ? ഫാത്തിമ, വി എൻ ഫാത്തിമ,
ഗഫറയുടെ പ്രത്യേകത എന്താ? ഗഫറയുടെ പ്രത്യേകത എന്താ? ഹംന, ഗഫറയുടെ പ്രത്യേകത എന്താ? ക്രിയാധാതുല് മഗ്ഫിറ. മഗ്ഫിറത്തിന് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഒരാളെ കൊണ്ട് പറയിപ്പിക്കുന്നത് മറ്റുള്ളവർക്ക് പഠിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, മഗ്ഫിറത്തിൻ, മഗ്ഫിറത്തിൻ. മുഹമ്മദ് അഫ്സൽ, മുഹമ്മദ് അഫ്സൽ സർ തീർന്നില്ല. മഗ്ഫിറത്തിൻ ബാക്കി മുഹമ്മദ് അഫ്സൽ. മഗ്ഫിറത്തിൻ വരെ പറഞ്ഞു തരാം. اغفر اغفروا لا تغفر لا تغفروا غافر مغفور مغفرة പിന്നെ غافر مغفور غفر മഗ്ഫിറത്തിൻ, غفر مغفرة غفرت تغفر. ഗഫറൻ മഗ്ഫിറത്തിൻ അല്ല, ഗാഫിർ മഗ്ഫൂറൻ മഗ്ഫിറത്തിൻ. غافر غافر مغفور مغفور ഗാഫിറൻ മഗ്ഫൂറൻ മഗ്ഫിറത്തിൻ. مغفرة. അതല്ലേ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത്. ലലമയുടെ ക്രിയാധാതു എന്താ? ظلم. ലുൽമിൻ. അപ്പൊ ഗഫറയുടെ ക്രിയാധാതു എന്താ? مغفرة. മുഹമ്മദ് അഫ്സൽ എവിടെ? മുഹമ്മദ് അഫ്സൽ, ഞാൻ പറയട്ടെ. മുഹമ്മദ് അഫ്സൽ ലലമയുടെ ക്രിയാധാതു. മുഹമ്മദ് അഫ്സൽ ലലമ, ലലമ പറയും, ലലമ പറയും, ലലമ, ലലമ പറയും. ലലമ ലലമോ ലലമത്ത 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 ലലമിന എല്ലലിമ എല്ലലിമോന തലലിമ തലലിമോന അലലിമ നലലിമോ ഇല്ലലിം ഇല്ലലിമോ ലാ തലലിം ലാ തലലിമോ ലാലിമൻ മലലുമൻ ലുൽമൻ ഹിയ ലലമത് ഹിയ തലലിമോ. മാഷാ അല്ലാ. അഫ്സൽ, മുഹമ്മദ് അഫ്സൽ ഒന്നുകൂടെ പറയും, ഒന്നുകൂടെ പറയും. മുഹമ്മദ് അഫ്സൽ ഒന്നുകൂടെ പറയാം. ലലമ ലലമ ലലമോ ലലമത്ത 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 ലലമിന എല്ലലിമോ എല്ലലിമോന തലലിമോ തലലിമോന അലിലിമോ എല്ലലിമോ ഇല്ലിലിമോ ഇല്ലിലിമോ ലാ തലലിമോ ലാ തലലിമോ ലാലിമുൻ മലലുമുൻ ലുൽമുൻ ഹിയ ലാലിമത് ഹിയ തലലിമോ. അയ്യോ, ഗഫറ ആർക്ക് പറയാ? ഗഫറ محمد مختار. ആയിഷ നൂഫൽ. മുഖ്താർ പറയും. മുഖ്താർ, മുഖ്താർ. غفر غفروا غفرت غفرتم غفرت غفرنا يغفر يغفرون تغفر تغفرون أغفر نغفر يغفر يغفروا لا تغفر لا تغفروا غافر مغفور مغفرة هي غفرت هي تغفر. മാഷാ അല്ലാ, അഹ്സൻത്, ബാറക്കല്ലാഹു ഫീക്. തയ്യിബ്. അപ്പൊ നമ്മൾ എന്താ പഠിച്ചത്? ഇന്നെന്തൊക്കെ പഠിച്ചത്? ظلمهم غفرين. ലലമയും അഫറയും ഹമല അഖല സബഖയും ഹമലയൊക്കെ നേരത്തെ പഠിച്ചല്ലേ? സബക്കയാണ് ഇന്ന് പഠിച്ചത്. സബക്കയും ലലമയും മഗ്ഫിറത്തുമാണ് ഇന്ന് പഠിച്ചത്. ഗഫറയാണ് പഠിച്ചത്. അപ്പൊ സബക്കയുടെ ക്രിയാധാതു എന്താ? ഉസ്മാൻ, ഉസ്മാൻ സബക്കയുടെ ക്രിയാധാതു. ഞാൻ പറഞ്ഞോട്ടെ സാർ. വെയിറ്റ്. സൽമാൻ സബക്കയുടെ ക്രിയാധാതു. ഹംന സബക്കയുടെ ക്രിയാധാതു. സബകുൻ. സബകുൻ, സബകുൻ അല്ല, സബകുൻ ബാഇന് സുകുൻ. സബകുൻ. അഫീഫ് ലലമയുടെ ക്രിയാധാതു. ലലമയുടെ ക്രിയാധാതു. ഫാത്തിമ ബിയൻ. ആരാ പറയുന്നത്? ലുൽമുൻ, ലുൽമുൻ. അഫീഫ്, അഫീഫ് വല്ലതും പറഞ്ഞ? ഗഫറയുടെ ക്രിയാധാതു. ഫജർ, ഫജർ ഗഫറയുടെ ക്രിയാധാതു. ഫജറോടെ പോയി. മുഹമ്മദ് ഹാദി, മുഹമ്മദ് ഹാദി ഗഫറയുടെ ക്രിയാധാതു. ഗഫറയുടെ ക്രിയാധാതു. മുഹ്സിന ഗഫറയുടെ ക്രിയാധാതു. മഗ്ഫിറത്തുൻ. തയ്യിബ്. ലലമയും ഗഫറയും കൂടെ ഒന്നുകൂടെ കേട്ടോ. ലലമ ലലമു,
ظلمت ظلمتم ظلمت ظلمنا يظلم يظلمون تظلم تظلمون أظلم نظلم يظلم يظلموا لا تظلم لا تظلموا ظالم مظلوم ظلم هي ظلمت هي تظلم غفر غفر غفروا غفرت غفرتم غفرت غفرنا يغفر 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 يغفرون تغفر تغفرون أغفر نغفر يغفر يغفروا لا تغفر لا تغفروا غافر مغفور مغفرة هي غفرت هي تغفر. ഓക്കെ. സബക സബക മുൻകടന്നു സബക അവൻ മുൻകടന്നു സബക്കു അവർ മുൻകടന്നു സബക്കത്ത നീ മുൻകടന്നു സബക്കത്തും നിങ്ങൾ മുൻകടന്നു സബക്കത്തു ഞാൻ മുൻകടന്നു സബക്കിന നാം മുൻകടന്നു യസ്ബിഖു അവൻ മുൻകടക്കുന്നു അല്ലെങ്കിൽ മുൻകടക്കും യസ്ബിഖൂന അവർ മുൻകടക്കുന്നു തസ്ബിഖു നീ മുൻകടക്കുന്നു തസ്ബിഖൂന നിങ്ങൾ മുൻകടക്കുന്നു അസ്ബിഖു ഞാൻ മുൻകടക്കുന്നു നസ്ബിഖു നാം മുൻകടക്കുന്നു യസ്ബിഖ് നീ മുൻകടക്കൂ യസ്ബിഖു നിങ്ങൾ മുൻകടക്കൂ ലാ തസ്ബിഖ് നീ മുൻകടക്കരുത് ലാ തസ്ബിഖു നിങ്ങൾ മുൻകടക്കരുത് സാബിഖൻ മുൻകടക്കുന്നവൻ മസ്ബൂഖൻ മുൻകടക്കപ്പെട്ടവൻ സബഖുൻ മുൻകടക്കൽ ഹിയ സബഖത് ഹിയ തസ്ബിഖു സബഖ സബഖു സബഖത സബഖതും സബഖതു സബഖന യസ്ബിഖു യസ്ബിഖൂന തസ്ബിഖു തസ്ബിഖൂന അസ്ബിഖു നസ്ബിഖു യസ്ബിഖ് യസ്ബിഖു ലാ തസ്ബിഖ് ലാ തസ്ബിഖു സാബിഖുൻ മസ്ബൂഖുൻ സബഖുൻ ഹിയ സബഖത് ഹിയ തസ്ബിഖു. ഓക്കെ. ലലമ ലലമ അവൻ അക്രമം ചെയ്തു ലലമു അവർ അക്രമം ചെയ്തു ലലംത നീ അക്രമം ചെയ്തു ലലംതും നിങ്ങൾ അക്രമം ചെയ്തു ലലംതു ഞാൻ അക്രമം ചെയ്തു ലലംന നാം അക്രമം ചെയ്തു യൗലിമു അവർ അക്രമം ചെയ്യുന്നു അല്ലെങ്കിൽ അക്രമം ചെയ്യും യൗലിമൂന അവർ അക്രമം ചെയ്യുന്നു തൗലിമു നീ അക്രമം ചെയ്യുന്നു തൗലിമൂന നിങ്ങൾ അക്രമം ചെയ്യുന്നു ഔലിമു ഞാൻ അക്രമം ചെയ്യുന്നു നൗലിമു നാം അക്രമം ചെയ്യുന്നു യൗലിം നീ അക്രമം ചെയ്യൂ യൗലിമു നിങ്ങൾ അക്രമം ചെയ്യൂ ലാ തൗലിം നീ അക്രമം ചെയ്യരുത് ലാ തൗലിമു നിങ്ങൾ അക്രമം ചെയ്യരുത് ലാലിമുൻ അക്രമം ചെയ്യുന്നവൻ മദ്ലൂമുൻ അക്രമം ചെയ്യപ്പെടുന്നവൻ ലുൽമുൻ അക്രമം ഹിയ ലലമത് അവൾ അക്രമം ചെയ്തു. ظلم ظلموا ظلمت ظلمتم ظلمت ظلمنا يظلم يظلمون تظلم تظلمون أظلم نظلم يظلم يظلموا لا تظلم لا تظلموا ظالم مظلوم ظلم هي ظلمت هي تظلم. غفر غفر അവൻ പുറത്തെടുത്തു ഗഫറു അവർ പുറത്തെടുത്തു ഗഫർത നീ പുറത്തെടുത്തു ഗഫർത്തും നിങ്ങൾ പുറത്തെടുത്തു ഗഫർത്തു ഞാൻ പുറത്തെടുത്തു ഗഫർന നാം പുറത്തെടുത്തു യഗ്ഫിറു അവൻ പുറത്തു കൊടുക്കുന്നു അല്ലെങ്കിൽ പുറത്തു കൊടുക്കും യഗ്ഫിറൂന അവർ പുറത്തു കൊടുക്കുന്നു തഗ്ഫിറു നീ പുറത്തു കൊടുക്കുന്നു തഗ്ഫിറൂന നിങ്ങൾ പുറത്തു കൊടുക്കുന്നു അഗ്ഫിറു ഞാൻ പുറത്തു കൊടുക്കുന്നു നഗ്ഫിറു നാം പുറത്തു കൊടുക്കുന്നു യഗ്ഫിർ നീ പുറത്തു കൊടുക്കൂ യഗ്ഫിറു നിങ്ങൾ പുറത്തു കൊടുക്കൂ ലാ തഗ്ഫിർ നീ പുറത്തു കൊടുക്കരുത് ലാ തഗ്ഫിറു നിങ്ങൾ പുറത്തു കൊടുക്കരുത് ഗാഫിറിൻ പുറത്തു കൊടുക്കുന്നവൻ മഗ്ഫൂറിൻ പുറത്തു കൊടുക്കപ്പെടുന്നവൻ മഗ്ഫിറത്തിൻ പുറത്തു കൊടുക്കൽ അല്ലെങ്കിൽ പാപമോചനം ഹിയ ഗഫറത്ത് അവൾ പുറത്തു കൊടുത്തു ഹിയ തഗ്ഫിറു അവൾ പുറത്തു കൊടുക്കുന്നു. غفر غفروا غفرت غفرتم غفرت غفرنا يغفر يغفرون تغفر تغفرون أغفر يغفروا يغفر يغفروا لا تغفر لا تغفروا غافر مغفور مغفرة هي غفرت هي تغفر. ഓക്കെ. ഏറ്റവും വേഗത്തിൽ പറയാൻ എന്ന് തോന്നുന്ന ആരുണ്ട്? എനിക്കാണ്. ഉസ്താദ് പറഞ്ഞതിനേക്കാൾ വേഗത്തിൽ പറയാൻ പറ്റുന്നതെന്ന് മുഹമ്മദ് ഇബ്രാഹിം. നോക്കട്ടെ, മുഹമ്മദ് ഇബ്രാഹിം ഏതാ പറയുന്നത്? ഏത് ക്രിയ പറയുന്നത്? മുഹമ്മദ് മുഖ്താർ. മുഖ്താർ ഏത് ക്രിയ പറയുന്നത്? മുഹമ്മദ് മുഖ്താർ ഏത് ക്രിയയാണ് പറയാൻ പോണത്? വേണ്ട. സബഖ ലലമ ഗഫറ ഇതാണ് മൂന്നെണ്ണം നമ്മളിപ്പോ പഠിച്ചത്. അതിലൊരെണ്ണം പറയും. സബഖ പറയും. سبق سبقوا سبقت سبقتم سبقت سبقنا اسبق يسبقون تسبق تسبقون اسبقون اسبقوا اسبق يسبقوا لا تسبق لا تسبقوا سابق مسبوق سبق هي سبقت هي تسبق. طيب عمر. محمد إبراهيم. മുഹമ്മദ് ഇബ്രാഹിം പറയും. മുഹമ്മദ് ഇബ്രാഹിം ഏതാ പറയുന്നത്? ലലമ. ലലമ പറയും. ലലമ പറയും. ലലമ പറയും. വേഗം പറയും.
മുഹമ്മദ് ഇബ്രാഹിം സമയമില്ല. ظلم ظلموا ظلمت ظلمتم ظلمت ظلمنا يظلم يظلمون تظلم تظلمون أظلم نظلموا يظلم يظلموا لا تظلم لا تظلموا ظالم مظلوم ظلم هي ظلمت هي تظلم. ഇനി ആയിഷ നോഫൽ പറഞ്ഞോട്ടെ സാർ. ആയിഷ പറയും. ഏതാ പറയുന്നത്? عمر نفيس. ആയിഷ ഏതാ പറയുന്നത്? ഏത് വരാണ് പറയേണ്ടത് സാർ? സബഖ ലലമ ഗഫറ ഇത് ഒന്ന് പറയും. അറഫ ഗഫറ അഫറ. ഓക്കെ അഫറ പറയും. അഫറ അഫറു അഫർത അഫർത്തും അഫർതു അഫർന യഗ്ഫിറു യഗ്ഫിറൂന തഗ്ഫിറു തഗ്ഫിറൂന അഗ്ഫിറു നഗ്ഫിറു യഗ്ഫിർ യഗ്ഫിറു ലാ തഗ്ഫിർ ലാ തഗ്ഫിറു അഗ്ഫിറു മഗ്ഫൂറുൻ മഗ്ഫിറത്തുൻ ഹിയ ഹിയ അഫറത് ഹിയ തഗ്ഫിറു. മാഷാ അല്ലാഹ് മുംതാസ് ജിദ്ദൻ. 20 സെക്കൻഡ് കേട്ടാ. ഓക്കെ സാർ. 20 സെക്കൻഡ്. عمر نفيس. വെയിറ്റ് ഇനി നമുക്ക് 20 സെക്കൻഡ് ഇതിൽ കുറച്ചും പറയാൻ പറ്റും കേട്ടോ. നമുക്ക് നോക്കേണ്ടത് അൽഹാക്കുമുത് തകാസുർ. അൽഹാക്കുമുത് തകാസുർ കേട്ടോ. അൽഹാക്കുമുത് തകാസുർ ആണ് അടുത്ത പ്രാവശ്യം അർത്ഥം പറയേണ്ടത്. എല്ലാവരും അർത്ഥം കൃത്യമായിട്ട് പഠിച്ചിട്ട് വരണം കേട്ടോ. ഓക്കെ സാർ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين. ആദ്യം ഇതിൽ നമുക്ക് അറിയുന്ന വാക്കുകൾ ഹത്ത അല്ല, ഹത്ത അല്ല, അറിയുന്ന വാക്കുകൾ ഉണ്ട്. കല്ല അറിയാം. കല്ലയുടെ അർത്ഥം എന്താ? താലമൂന്റെ അർത്ഥം എന്താ? നിങ്ങൾ അറിയും. നിങ്ങൾ അറിയുന്നു. താലമൂന നിങ്ങൾ അറിയുന്നു എന്നാണെങ്കിൽ അവൻ അറിയുന്നു എന്ന് എങ്ങനെ പറയും? അവൻ അറിയുന്നു. എങ്ങനെ പറയും? അപ്പൊ യഅലമൂന്റെ എല്ലാ രൂപങ്ങളും പഠിച്ചു വെക്കണം. യഅലമൂന്റെ എല്ലാ രൂപം എന്ന് പറഞ്ഞാൽ യഅലമൂന്റെ 7 രൂപം. യഅലമു അവൻ അറിയുന്നു, യഅലമൂന അവരറിയുന്നു, തഅലമു നീ അറിയുന്നു, തഅലമൂന നിങ്ങൾ അറിയുന്നു, അഅലമു ഞാൻ അറിയുന്നു, നഅലമു നാം അറിയുന്നു. 7ാമത്തെ രൂപം എന്താ? ഹിയ തഅലമു അവൾ അറിയുന്നു. ഓക്കെ, അപ്പൊ ഇത് അപൂർണ ക്രിയ എന്ന് മനസ്സിലായി. ഇതിന്റെ പൂർണ്ണക്രിയയുടെ ഘടന നമ്മൾ പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഓക്കെ, യഅലമു അവൻ അറിയുന്നു, യഅലമൂന അവരറിയുന്നു, തഅലമു നീ അറിയുന്നു, തഅലമൂന നിങ്ങൾ അറിയുന്നു, അഅലമു ഞാൻ അറിയുന്നു, നഅലമു നാം അറിയുന്നു, ഹിയ തഅലമു അവൾ അറിയുന്നു. അപ്പോ തഅലമൂന തഅലമൂന തഅലമൂൻ. അപ്പോ ഇൽമ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇൽമ് തഅലമൂനയും ഇൽമും തമ്മിലുള്ള ബന്ധം എന്താ? അറിവ്. തഅലമൂന്റെ ആരാണ് ഇൽമ്? ക്രിയാധാതു. തഅലമൂന നിങ്ങൾ അറിയുന്നു, ഇൽമുൻ അറിവ്. ഓക്കെ, പിന്നെ ഒരു വാക്ക് സുർത്തും. സുർത്തും 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 നിങ്ങൾ സന്ദർശിച്ചു. സുർത്തും നിങ്ങൾ സന്ദർശിച്ചു. അപ്പൊ സുർത്തും നിങ്ങൾ സുർത്തും നിങ്ങൾ സന്ദർശിച്ചു എന്നാണെങ്കിൽ ഞാൻ സന്ദർശിച്ചു എന്ന് എങ്ങനെ പറയും? ആ അല്ല മോളെ, ഞാൻ സന്ദർശിച്ചു. സുർത്തും നിങ്ങൾ സന്ദർശിച്ചു. സുർ ഞാൻ സന്ദർശിച്ചു. ഓക്കെ, അപ്പം നീ സന്ദർശിച്ചു എന്ന് എങ്ങനെ പറയും? നീ സന്ദർശിച്ചു. സുർത്തും നിങ്ങൾ സന്ദർശിച്ചു. അപ്പൊ ഞങ്ങൾ സന്ദർശിച്ചു എന്ന് എങ്ങനെ പറയും? അപ്പോ ഇതിന്റെ ഒറിജിനൽ രൂപത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഇത്രയും അറിഞ്ഞിരിക്കണം. 4 സുർത്ത നീ സന്ദർശിച്ചു, സുർത്തും നിങ്ങൾ സന്ദർശിച്ചു, സുർത്തു ഞാൻ സന്ദർശിച്ചു, സുർന നാം സന്ദർശിച്ചു. ഞാൻ അടുത്ത വാക്ക് വേണ്ട അങ്ങനെയല്ല, വേണ്ട അങ്ങനെയല്ല കേട്ടോ.
പറഞ്ഞുതരാം വെയിറ്റ്. മക്കാബിർ. മക്കാബിറുമായിട്ട് ബന്ധപ്പെട്ട എന്ത് വാക്ക് നമുക്കറിയാം? മക്കാബിർ നോക്കുക. അതായത് ഒരു വാക്ക് കിട്ടിയാൽ അതിലെ 3 അക്ഷരം വെച്ചുകൊണ്ട് ഉള്ള ഏതെങ്കിലും ഒരു വാക്ക് നമുക്കറിയാമെന്ന് നോക്കണം. മക്കാബിറിലെ 3 അക്ഷരം വെച്ചുകൊണ്ട് ഒരു വാക്ക് നമുക്കറിയുന്ന വാക്കുണ്ടോ? പറയൂ. എന്താണ്? മൂക്കഥയാ? മൂക്കഥയിൽ ദാലുണ്ടല്ലോ, ഇതിലുണ്ടോ ദാല്? അല്ല, 3 അക്ഷരം ഉണ്ട്. ഏതൊക്കെയുണ്ട് 3 അക്ഷരം? അങ്ങനെയല്ല, പിന്നെ പറഞ്ഞുതരാം. വേറെ ആർക്കറിയാം? മക്കാബിറിലെ 3 അക്ഷരം വെച്ചുകൊണ്ട് ഈ മക്കാബിലുള്ള 3 അക്ഷരമുള്ള വേറെ ഏതെങ്കിലും വാക്ക് നമുക്കറിയാമോ? വേറെ സംസാരിക്കരുത് ആരും, കേട്ടോ. ആര് കൊച്ചുങ്ങളെ അറിയുന്ന എവിടെയാ? അറിയാം, നമുക്കറിയാം. കണ്ടെത്ത്, ആലോചിച്ച് നോക്ക്. ഓക്കെ, നമ്മൾ ഇതുവരെ പഠിച്ചതിൽ അധികമായി വരുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ് വന്നത്? ഇതുവരെ പഠിച്ചപ്പോ ഫാല, ഫാലു, ഏതൊക്കെ അക്ഷരം അധികമായി വന്നു? വാവും അലിഫും അധികമായി വന്നു. ഫാഇലുൻ, മഫ്ഊലുൻ, ഏതൊക്കെ അക്ഷരം അധികമായി വന്നു? ഫ അധികമാണോ? അല്ല. അലിഫ് അധികമായി വന്നു. മഫ്ഊലുൻ, മീം അധികമായി വന്നു. ഫാഇലുൻ, മഫ്ഊലുൻ. അപ്പൊ അലിഫ്, വാവ്, യാ ഇതെല്ലാം അധികമായി വരാം. പിന്നെ യഫ്അലു, യഫ്അലു, തഫ്അലു, അഫ്അലു, നഫ്അലു, ഏതൊക്കെ അധികമായി വന്നു? യഫ്അലു, തഫ്അലു, അഫ്അലു, നഫ്അലു, ഏതൊക്കെ അധികമായി വന്നു? അലിഫുൻ, നൂനും, തായും. കേട്ടോ? ആ തയാന, അതൈന എന്ന് പറയണം. ആ തയാന, ആതൈന അല്ല, അതൈന അല്ലെങ്കിൽ നഅതി, അതൈന അല്ലെങ്കിൽ നഅതി, കേട്ടാ. അപ്പൊ യഫ്അലുൽ യായുണ്ട്, തഫ്അലുൽ തായുണ്ട്, അഫ്അൽ ആയുണ്ട്, നഫ്അൽ നായുണ്ട്, പിന്നെ അതേപോലെ തഫ്അലുൽ തായുണ്ട്. ഓക്കെ, അപ്പോ പിന്നെ അൽ മക്കാബിറിലെ അൽ വേറെയല്ലേ? അൽ വേറെയാണ്. അപ്പൊ മീം അധികമായി വരാം, അലിഫ് അധികമായി വരാം. ബാക്കി ഒറിജിനൽ അക്ഷരം ഏതൊക്കെയാ? മക്കാബിറിലെ ബാക്കി ഒറിജിനൽ അക്ഷരം? ഖബർ അറിഞ്ഞൂടെ? ഖബർ അറിയാമോനെ? എവിടെയാ നമ്മളെ വീട്? അറിഞ്ഞൂടാ, പക്ഷെ ബക്കറ അറിയാം. ഖബർ അറിഞ്ഞൂടെ? ഖബർ അറിയാം. നമ്മളെ വീടാണ് ഖബർ. അവിടെ പോണം. എല്ലാരും പോകേണ്ട വീടാ. അത് അറിയാതിരുന്ന പിന്നെ എങ്ങനെ ശരിയാവും? അപ്പൊ ഖബർ എന്ന് പറഞ്ഞാൽ കുഴിമാടം. ഖബർ കുഴിമാടം. ഖബർ ഉള്ള സ്ഥലമാണ് മഖ്ബറത്തുൻ. ഖബർ അടക്കുന്ന സ്ഥലം മഖ്ബറത്തുൻ. അതിന്റെ ബഹുവചനം മഖാബിറു. ബഹുവചനം എന്താ? മഖാബിറു. മഖാബിറു. അതിന് തൻവീനില്ല, കേട്ടോ. മസ്ജിദുൻ, മസാജിദു, മസാജിദു പോലെ മഖാബിറു, കേട്ടോ. മഖാബിറു. പിന്നെയുള്ള വാക്യത സൗഫ. സൗഫ എന്ന് പറഞ്ഞാൽ പിന്നീട്. സൗഫ പിന്നീട്. സുമ്മ പിന്നീട്, സൗഫ പിന്നീട്, കേട്ടോ. സുമ്മ പിന്നീട്, സൗഫ പിന്നീട്. സൗഫ എന്ന് പറഞ്ഞാൽ കേട്ടില്ല. സാവധാനം പറയും. ഒരിക്കൽ കൂടെ അങ്ങനെ അർത്ഥമുണ്ടോ? ഒരിക്കൽ കൂടെ എന്നില്ല. സുമ്മ പിന്നീട്, വീണ്ടും എന്നർത്ഥം പറയാം. വീണ്ടും. സുമ്മക്കല്ല, പിന്നെയും എന്നാണ്. പിന്നെയും എന്നാണ്. പിന്നെയും എന്നർത്ഥം. സുമ്മ വീണ്ടും എന്നല്ല. സുമ്മ പിന്നീട്. ഓക്കെ. ഇനിയുള്ളത് നമ്മൾ പ്രധാനപ്പെട്ട ഒരു വാക്ക് പഠിക്കേണ്ടത് അൽഹാക്കും. എന്നുള്ള വാക്കില് അൽ എന്ന് പറയുന്നത് ആ വാക്കിൽ പെട്ടതാണോ അല്ല നമ്മൾ അൽഹംദുലില്ലാ പോട്ട അല്ലാണോ? ആർക്കറിയാം? എങ്ങനെ അറിയാം? ചുമ്മാ പറഞ്ഞാണ്.
ആർക്കും അറിയാമോ ഇത് പെട്ടതാണോ അല്ലാത്തതാണോ എന്ന്? എന്താണ് സാർ? അൽഹാക്കുമിലെ അൽ ഈ വാക്കിപ്പെട്ടതാണോ അല്ല അൽഹംദുലില്ലാഹ് ഉള്ളത് പോലെ അല്ലാണോ? പെട്ടത്. എങ്ങനെ അറിയാം? അതാണ് എങ്ങനെ അറിയാം? എങ്ങനെ അറിയാം? ഊഹം പറഞ്ഞതാ. ഊഹം പറഞ്ഞതാണ്. എങ്ങനെ ഊഹിച്ചു? ഊഹിക്കാൻ എന്തെങ്കിലും അടയാളം വേണ്ടേ? ഞാൻ ആയിഷയെ കണ്ടപ്പോൾ പറഞ്ഞു ആയിഷ അഡ്വക്കേറ്റ് നൗഫലിന്റെ മോളാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. തോന്നാൻ എന്തെങ്കിലും ഊഹം വേണ്ടേ? എങ്ങനെ ഫേസ് കണ്ടപ്പോൾ തോന്നി എനിക്ക് നൗഫൽ സാറിന്റെ മോളാണെന്ന് തോന്നി എന്ന് പറയണമെങ്കിൽ ലക്ഷണം വേണ്ടേ? എങ്ങനെ ആർക്കും പറയാം? അൽ-ഫാത്തിഹയുടെയും അൽ-ഹാക്കുമിന്റെയും ഈ അല്ല് ഒരേപോലത്തെ ആണോ എന്നാണ്. ആണോ? അൽഹംദുലില്ലാഹ് അലിഫിന് മുകളിൽ ഹംസ ഉണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പൊ അൽഹംദു, അൽ ബഖറത്തു, അതേപോലെ അൽ ഇസ്മു, അൽ ബൈത്തു, അൽ ബൈത്തു, അൽ ജന്നത്തു എന്നൊക്കെ പറയുന്ന അല്ലിന് ഹംസില്ല കേട്ടോ. അപ്പൊ ഹംസ എവിടെയുണ്ടോ അതെന്തായിരിക്കും? ആ വാക്കിന്റെ ഭാഗമായിരിക്കും കേട്ടോ. അപ്പൊ അൽഹാക്കും എന്നതാണ് വാക്ക്. ആ വാക്കിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് അൽഹ എന്ന് പറഞ്ഞാൽ അശ്രദ്ധമാക്കി. അൽഹ എന്ന് പറഞ്ഞാൽ അശ്രദ്ധമാക്കി. കും നിങ്ങളെ. ഹലക അവൻ ശ്രദ്ധിച്ചു. കും നിങ്ങളെ. അപ്പൊ അൽഹ അവൻ അശ്രദ്ധമാക്കി. കും നിങ്ങളെ. അല്ല, അൽഹ അശ്രദ്ധമാക്കി. കും നിങ്ങളെ. നിങ്ങളെ എന്ത് അശ്രദ്ധമാക്കി? തകാസുർ. പരസ്പരം പെരുമ നടിക്കൽ. പെരുമ നടിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ അടുത്ത് ഇഷ്ടം പോലെ പണമുണ്ട്, എൻ്റെ അടുത്ത് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, എൻ്റെ അടുത്ത് ഇഷ്ടം എനിക്ക് ഇഷ്ടം പോലെ ബന്ധുക്കളുണ്ട്. നമ്മള് ഈ സാഹുവിന് അശ്രദ്ധരല്ലേ? സാഹുൻ മറന്നുപോയവരെന്നാണ് കേട്ടാ. അതെങ്ങനെ അശ്രദ്ധമാകുന്നത്? മറക്കുന്നത് കൊണ്ടുള്ള അശ്രദ്ധമാണ്. ഇതെന്താണ്? ഇതിവിടെ അൽഹ എന്ന് പറഞ്ഞാൽ മതി മറന്നുപോയി. പണം ഒരുപാട് കണ്ടിട്ട് മതി മറന്നുപോയി. നമ്മളൊരു കല്യാണത്തിൽ വിളിച്ച് എത്ര ആളാ വരിക? അപ്പൊ എനിക്ക് ഒരുപാട് ആളുണ്ട്, എനിക്ക് ഒരുപാട് പണമുണ്ട്, പിന്നെ എനിക്ക് നല്ല വീടുണ്ട്, എനിക്ക് നല്ല കാറുണ്ട്, എനിക്ക് നല്ല ജോലിയുണ്ട്. ഇതാണ് അശ്രദ്ധമാക്കിയത്. അതാണ് തകാസുർ എന്ന് പറഞ്ഞാൽ പരസ്പരം പെരുമ നടിക്കല്ല എന്ന് പറഞ്ഞാൽ പെരുമയുണ്ടാകൽ. എനിക്ക് ഒരുപാട് പണമുണ്ട്, എനിക്ക് ഒരുപാട് ആളുണ്ട്, എനിക്ക് നല്ല ജോലിയുണ്ട്, എനിക്ക് നല്ല കാറുണ്ട് എന്നൊക്കെയുള്ള പെരുമ നടിക്കൽ. അതാണ് തകാസുർ, പെരുമ നടിക്കൽ. അൽഹാക്കും തകാസുർ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? മറന്നുപോയി, എല്ലാം മറന്നുപോയി, മതി മറന്നുപോയി. അൽഹാക്കും തകാസുർ. മറ്റതിന്റെ അർത്ഥം മറ്റൊരു ഫർഗറ്റ്, മറന്നുപോയി. ഇത് മതി മറന്നുപോയി. മതി മറന്നുപോയത് അറിഞ്ഞൂടെ? ഇംഗ്ലീഷ് മലയാളമല്ലേ? മറന്നു, ഫോർഗറ്റ്. ഇംഗ്ലീഷ് ഫർഗറ്റ് മറന്നും ഇത് രണ്ടും ഒരേപോലെയൊക്കെ മറക്കലല്ല കേട്ടാ. ഇത് മതി മറന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് പണം ഉള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്? അഹങ്കാരം നടിക്കുകയാണ്. അതാണ് അശ്രദ്ധമായെന്ന് പറയുന്നത്. മനസ്സിലായോ? പണമുള്ളത് നമ്മൾക്ക് എന്തെങ്കിലും കൂടുതൽ ഉള്ളത് കൊണ്ട് നമുക്ക് എന്തായി പോവുക? മറന്നു പോവുക. അതിനാണ് ഈ അൽഹ എന്ന് പറയുന്നത്. അതേപോലെ മറ്റതാണെങ്കിൽ നെസിയാണ്. ഇതെന്താണ്? ഇൻവോൾവ് ആവുക എന്ന് വേണമെങ്കിൽ പറയാം. ഇൻവോൾവ് ആയി നമ്മൾ വേറെ എന്തെങ്കിലും കാര്യത്തിൽ എന്താ ഇൻവോൾവ് ആയി. അപ്പൊ നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ടായി, നമ്മൾ ബിസി ആയി പോയി. എന്തുകൊണ്ടാണ് ബിസി ആയ കാര്യം? തകാസുറാണ് ഇവിടെ കാരണം. ഒരുപാട് പണമുണ്ട്, ഒരുപാട് നല്ല വണ്ടിയുണ്ട്, നല്ല വീടുണ്ട്, വീട്ടിൽ AC ഉണ്ട്, അതേപോലെ വീട്ടിൽ മറ്റു സൗകര്യങ്ങളുണ്ട്, അതുപോലെ മറ്റു സൗകര്യം ബന്ധുക്കളും ഇഷ്ടംപോലെ ബന്ധുക്കളുണ്ട്, അവരെല്ലാം ഉദ്യോഗസ്ഥന്മാര്, നല്ല കാറുണ്ട്, നല്ല സൗകര്യങ്ങളുണ്ട്. ഇതെല്ലാം കൊണ്ട് എന്തായി? അതെല്ലാം നമ്മൾ എന്താക്കി? ഇൻവോൾവ് ആക്കി കളഞ്ഞു. തകാസുർ. ഇത് എവിടം വരെയാണ്? ഹത്താ സുർതും, നിങ്ങൾ സന്ദർശിക്കുന്നത് വരെ. നിങ്ങൾ സന്ദർശിക്കുന്നത് വരെയേ ഉള്ളൂ. എവിടെ സന്ദർശിക്കുന്നവരെ? അൽ മഖാബിർ. നിങ്ങൾ ഖബറിടം സന്ദർശിക്കുന്നവരെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മരിക്കും വരെ.
നിങ്ങൾ മരിക്കുന്നത് വരെ ഉണ്ടാവുള്ളൂ ഇത്. മരിക്കുന്നവരെ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ 10, 100, 115 വർഷം വരെയാണ് ജീവിക്കുന്നതായിട്ട് നമ്മൾ പത്രത്തിൽ കാണുന്നത്. പക്ഷേ ചെറുപ്പക്കാരനും മരിക്കുന്നു, കുട്ടികളും മരിക്കുന്നു, വൃദ്ധനും മരിക്കുന്നു, അതേപോലെ മധ്യവയസ്കനും മരിക്കുന്നു. ആർക്കും എപ്പോഴും മരണം സംഭവിക്കാം. അപ്പോ നിങ്ങൾ മരിക്കുന്ന വരെയുള്ളൂ ഈ മതിമറക്കല്. അപ്പൊ നിങ്ങൾ കൂടുതൽ കാറുണ്ട്, നല്ല കാറുണ്ട്, നല്ല വീടുണ്ട്, നല്ല AC സൗകര്യങ്ങളുണ്ട്, ഒരുപാട് ഉദ്യോഗമുണ്ട്, നല്ല ഉദ്യോഗമുണ്ട്, നല്ല ഇഷ്ടംപോലെ പണമുണ്ട്. അതൊക്കെ എവിടം വരെ യൂസ്ഫുൾ ആവുള്ളൂ? വരെ യൂസ്ഫുൾ ഉണ്ടാവും. അവിടം സന്ദർശിക്കുന്നവരെ ഉണ്ടാവുള്ളൂ. ഹത്താ സുർത്തുമുൽ മഖാബിർ. കല്ല, വേണ്ട വേണ്ട, അങ്ങനെയല്ല. സൗഫ തഅലമൂന. സൗഫ തഅലമൂന. സൗഫ മീൻസ് പിന്നീട്. സൗഫ പിന്നീട്. സൗഫ തഅലമൂന പിന്നീട് നിങ്ങൾ അറിയും. നിങ്ങൾ കുറച്ചു നാൾ കഴിയുമ്പോൾ നിങ്ങൾ അറിയും. സുമ്മ കല്ല, പിന്നെയും വേണ്ട, എഗൈൻ, അങ്ങനെയല്ല. സൗഫ തഅലമൂൻ, പിന്നീട് നിങ്ങൾ അറിയും. കല്ല, അങ്ങനെയല്ല, വീണ്ടും അങ്ങനെയല്ല. അല്ല. ഉമ്മറിന്റെ വീട്ടിലാണ് ബഹളം കേൾക്കുന്നത്. കല്ല, അവിടെ എന്താണ്? അവിടെ മയക്കുന്ന ശബ്ദം വന്നത്. കല്ല ലൗ തഅലമൂന. അവിടെ കുട്ടികളുണ്ടോ? ലൗ തഅലമൂന. ലൗ തഅലമൂന. ലൗ എങ്കിൽ, ഇഫ്. ലൗ തഅലമൂന നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ. നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ. എന്തറിഞ്ഞിരുന്നെങ്കിൽ? ഇൽമൽ യഖീൻ. ഇൽമൽ യഖീൻ. യഖീൻ എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള, ഫേം ആയിട്ടുള്ള. ഇൽമൽ യഖീൻ. യഖീൻ, ഇൽമൽ യഖീൻ, ഉറപ്പായ അറിവ്, ഫേം നോളജ്, ഷുവർ, ഷുവർ ആയിട്ടുള്ള നോളജാണ് ഇൽമൽ യഖീൻ. അല്ലാതെ യഖീൻ എന്ന് പറഞ്ഞാൽ കട്ടിയുള്ള, നമ്മളെ കട്ടിയുള്ള കിതാബ് യഖീൻ എന്ന് പറയാൻ പറ്റില്ല. കട്ടിയുള്ള ബുക്കാണെന്ന് പറയാൻ പറ്റുമോ? കിതാബ് യഖീൻ. അർളുൻ യഖീൻ എന്ന് പറയാൻ പറ്റില്ല, കട്ടിയുള്ള ഭൂമിയാണെന്ന്. അതേസമയം ഇൽമിന് എന്ത് പറയാം? ഇൽമിൻ യഖീൻ, സ്ട്രോങ് ആയിട്ടുള്ള അറിവ്, കറക്റ്റ് ആയിട്ടുള്ള, ഫേം ആയിട്ടുള്ള അറിവ്. ഇൽമൽ യഖീൻ, ഉറപ്പായ അറിവ് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ. കേട്ടാ? അപ്പൊ അത്രയാണ് ഇന്ന് നമ്മൾ പഠിക്കാനുള്ളത്. ഇപ്പൊ പറയാനുള്ള വേറൊരു കാര്യം എന്താണെന്ന് അറിയാം. കല്ല കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞു? സൗഫ തഅലമൂൻ. നമ്മൾ യഫ്തഹു എന്ന് പറഞ്ഞപ്പോ എന്ത് പറഞ്ഞു? യഫ്തഹുവിന്റെ അർത്ഥം എന്താ? അവൻ തുറക്കുന്നു. അവൻ തുറക്കുന്നു. അവൻ തുറക്കുന്നു, അല്ലെങ്കിൽ തുറക്കും. എപ്പോഴാണ് തുറക്കും എന്നർത്ഥം വരുന്നത്? എപ്പോഴാണ് തുറക്കുന്നു എന്നർത്ഥം വരുന്നത്? ഫ്യൂച്ചറിൽ. ഒരു സമയത്ത് നമുക്ക് ഡൗട്ട് വന്നു, ഒരു സന്ദർഭത്തിൽ, ഒരു വാക്യത്തിൽ നമുക്ക് ഡൗട്ട് വന്നു. തുറക്കും എന്നാണോ തുറക്കുന്നു എന്നാണോ എന്ന് പ്രത്യേകം പറയണമെങ്കിൽ എന്ത് വാക്ക് ഉപയോഗിക്കണം? സൗഫ ഉപയോഗിക്കണം, അല്ലെങ്കിൽ സ ഉപയോഗിക്കണം. അതിനാണ് പറഞ്ഞത് കല്ല സയഅലമൂൻ. സുമ്മ കല്ല സയഅലമൂൻ. അപ്പൊ മനസ്സിലായ? എവിടെയുണ്ട് സയഅലമൂൻ? സയഅലമൂൻ എവിടെയുണ്ട്? സയഅലമൂൻ എവിടെയുണ്ട്? അപ്പൊ ഇവിടെ പറഞ്ഞതുപോലെ അർത്ഥമാണ്. കല്ല സൗഫ തഅലമൂൻ. സുമ്മ കല്ല സൗഫ തഅലമൂൻ. നബിൽ എന്ന് പറഞ്ഞു കല്ല സയഅലമൂൻ. സുമ്മ കല്ല സയഅലമൂൻ. ഇവിടെ പറഞ്ഞത് കല്ല സൗഫ തഅലമൂൻ അല്ല, ശേഷം നിങ്ങൾ അറിയുക തന്നെ ചെയ്യും, അറിയും, ശേഷം നിങ്ങൾ അറിയും. സുമ്മ കല്ല സൗഫ തഅലമൂൻ അല്ല, വേണ്ട, ശേഷം നിങ്ങൾ അറിയും. അവിടെ എന്ന് പറഞ്ഞു കല്ല സയഅലമൂന അല്ല, അവൻ അറിയും, അവർ അറിയും. സുമ്മ കല്ല സയഅലമൂൻ, പിന്നെയും വേണ്ട, അവർ അറിയും. ഓക്കെ. അതേപോലെ സൗഫയ്ക്ക് പകരം ഉപയോഗിക്കുന്ന വേറൊരു വാക്കാണ് സ. അപ്പൊ സയഅലമൂന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സയഅലമൂന പിന്നീട് അവൻ അറിയും. സയഅലമൂൻ പിന്നീട് അവൻ അറിയുമെന്നാണ്. അവർ പിന്നീട് അവർ അറിയും. സയഅലമൂൻ. സയഅലമൂന ഗദൻ മനിൽ കദ്ദാബുൽ അശിർ.
സയഅലമൂന ഗദൻ, നാളെ നിങ്ങൾ നാളെ അവരറിയും. മനിൽ കസ്സാബ്, ആരാണ് കള്ളം പറയുന്നവൻ എന്ന്. ഗദൻ നാളെ, ഗദൻ നാളെ, ബുക്ര നാളെ, അംസ് ഇന്നലെ, അൽയോം ഇന്ന്. കേട്ടാ? ഗദൻ നാളെ, ബുക്ര നാളെ, അംസ് ഇന്നലെ, അംസ് ഇന്നലെ. ഓക്കെ ഓക്കെ. അപ്പൊ ഇത്രയും പറഞ്ഞതിന്റെ അർത്ഥം ആർക്ക് പറയാം? ഞാൻ റജ. ഇസ്തഈദ് ബില്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألهاكم നിങ്ങൾ അശ്രദ്ധരാണ്. അല്ല, അൽഹാക്കുമു മാത്രം പറയുമ്പോൾ അൽഹാക്കും എന്നാണ് പറയേണ്ടത്. മീമിന് എന്താ? സുക്കൂനാണ്. ലക്കും, ലക്കും ദീനിക്കും എന്ന് പറയുമ്പോൾ എന്ത് പറയുമ്പോൾ ലക്കും, നിങ്ങൾക്ക്. അതേപോലെ അൽഹാക്കും, നിങ്ങളെ അശ്രദ്ധരാക്കി. അൽഹാക്കും, നിങ്ങളെ അശ്രദ്ധരാക്കി. അത്തക്കാസുർ, പരസ്പരം പെരുമ നടിക്കും. നടിക്കൽ, പരസ്പരം പെരുമ നടിക്കൽ, പരസ്പരം പെരുമ നടിക്കൽ. പിന്നെ ഹത്താസുർത്തും, ഹത്താസുർത്തും, നിങ്ങൾ സന്ദർശിക്കും. സന്ദർശിക്കുന്നത് വരെ, ഹത്താ വരെ, സന്ദർശിക്കുന്നത് വരെ. മഖാബിർ, ഖബർ. അൽ മഖാബിർ, അൽ മഖാബിർ, ഖബർ. ഖബറല്ല, ഖബർ അടക്കുന്ന സ്ഥലമാണ്, സ്ഥലങ്ങളാണ് മഖാബിർ. കേട്ടോ? മക്ബറകൾ, ശ്മശാനങ്ങൾ. ഖബർ അടക്കുന്ന സ്ഥലം വരെ. ശ്മശാനങ്ങൾ സന്ദർശിക്കുന്നവരെ, ശ്മശാനങ്ങൾ, ശ്മശാനങ്ങൾ വരെ. ശ്മശാനങ്ങൾ വരെയല്ല, വേണ്ട, നിങ്ങൾ സന്ദർശിക്കുന്നത് വരെ. അൽ മഖാബിർ, ശ്മശാനങ്ങൾ അല്ലെങ്കിൽ ഖബറിടങ്ങൾ. ഹത്താസുർത്തും, നിങ്ങൾ സന്ദർശിക്കുന്നത് വരെ. അൽ മഖാബിർ, ശ്മശാനങ്ങൾ വരെ. ശ്മശാനങ്ങൾ. കല്ല, വേണ്ട. സൗഫ, പിന്നീട്. തഅലമൂൻ, നിങ്ങൾ അറിയും. സൗഫ തഅലമൂൻ ഒരുമിച്ച് പറയും. സൗഫ തഅലമൂൻ, പിന്നീട് നിങ്ങൾ അറിയും. സുമ്മ കല്ല, ഒരിക്കലും വേണ്ട, പിന്നെയും വേണ്ട. സൗഫ, പിന്നീട്. ഒരുമിച്ച് സൗഫ തഅലമൂൻ. സൗഫ തഅലമൂൻ, പിന്നീട് നിങ്ങൾ അറിയും. കല്ല വേണ്ട. പിന്നെ കല്ല ലൗ തഅലമൂന, കല്ല വേണ്ട. ലൗ, എങ്കിൽ. ലൗ തഅലമൂന, ലൗ തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ. നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ. ഇൽമ, അറിവ്. യഖീൻ, കട്ടിയ, ഉറച്ച അറിവ്, ദൃഢമായ അറിവ്. എന്ത് സാർ? ദൃഢമായ അറിവ്. ദൃഢമായ അറിവ്. മുഹ്സിന, പറയ്. മുഹ്സിന പറയും. മുഹ്സിന ഉണ്ടാ? അഫ്സൽ പറയും. ബിസ്മില്ലാഹിർ റഹ്മാൻ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാക്കും, അശ്രദ്ധരായിരിക്കുന്നു. അൽഹാക്കും, പെരുമ നടിക്കൽ. ഹത്താ സുറുത്തും, നിങ്ങൾ സന്ദർശിക്കുന്നത് വരെ. അൽ മക്കാബിർ, ശ്മശാനങ്ങളിൽ. കല്ല, വേണ്ട. സൗഫ, പിന്നീട്. തഅലമൂൻ, നിങ്ങൾ അറിയും. ചേർത്ത് പറയും. സൗഫ തഅലമൂൻ, സൗഫ തഅലമൂൻ, പിന്നീട് നിങ്ങൾ അറിയും. സുമ്മ കല്ല, പിന്നെയും വേണ്ട. സൗഫ തഅലമൂൻ, പിന്നീട് നിങ്ങൾ അറിയും. കല്ല, അല്ല. ലൗ തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ. അറിഞ്ഞിരുന്നുവെങ്കിൽ. ഇൽമൽ യഖീൻ, അറിവ്. ദൃഢമായ അറിവ്. ദൃഢമായ അറിവ്. ഇൽമൽ യഖീൻ, ദൃഢമായ അറിവ്. من ثم من يا نيلة
أين أنت يا نيلة؟ عثمان عثمان عائشة Yes, sir. من؟ Aisha. طيب قل يا عائشة، قولي يا عائشة معنا سورة التكاثر. Okay, sir. പറയ്. പറ്റുമോ? ആ സർ പറയ്. കാണാതെയാണോ? ഇത് നോക്കി പറയ്, സ്ക്രീനിൽ നോക്കി പറയ്. ഓക്കെ. ഞാൻ അർത്ഥം നോക്കിയാണോ കാണാതെയാണോ? അർത്ഥം കാണാൻ പറയാൻ പറ്റുമോ? അർത്ഥം നോക്കിയിട്ട് പറയാൻ പറ്റും. അഫീഫ് 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 അർത്ഥം മനസ്സിലായോ? ഹംന പറയാൻ പറ്റുമോ? ഹംന. മുഹമ്മദ് അഫ്സൽ. മൻ? മുഹമ്മദ് അഫ്സൽ പറയും. പറഞ്ഞായിരുന്നു. മുഹമ്മദ് അഫ്സലാണ് പറഞ്ഞത്. ഓക്കെ. ഞാര് ഡൗട്ട് വെച്ചോട്ടെ. പറയ്. ഈ സുഹൃത്തുമിന്റെ ഒറിജിനൽ വാക്കർത്ഥം സുഹൃത്തും നിങ്ങൾ സന്ദർശിച്ചു. കേട്ടാ? നിങ്ങൾ സന്ദർശിച്ചു. യു ഹാവ് വിസിറ്റഡ്. യു വിസിറ്റഡ്. അവൻ എന്നുള്ള നമ്മൾ പഠിക്കുന്നില്ല ഇപ്പൊ. കേട്ടാ? നമ്മൾ പഠിച്ച പാറ്റേണിൽ പെട്ടതല്ലാത്തതുകൊണ്ട് നമ്മൾ അതിലേക്ക് പോകുന്നില്ല. നമ്മൾ അതിന്റെ പൂർണ്ണക്രിയ അവൻ സന്ദർശിച്ചു എന്നതിലേക്ക് നമ്മൾ പോകുന്നില്ല. കാരണം നമ്മൾ പഠിച്ച പാറ്റേണിലാണെങ്കിലേ പോകുള്ളൂ. മനസ്സിലായ? പിന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കും. അത് നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോൾ പഠിക്കും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോയില്ലേ നമുക്ക് എന്താ പറ്റും? നമുക്ക് കഴിഞ്ഞു പോകും. ഇവിടെ നിന്ന് 5 നില ഒരുമിച്ച് കയറണം. 5ാമത്തെ നിലയിൽ എന്താ ഉള്ളത് ഉസ്താദെന്ന് ചോദിച്ചാൽ എനിക്ക് മോനെ 1 നില കഴിഞ്ഞ് 2ാമത്തെ നില കഴിഞ്ഞ് 3ാമത്തെ നില കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് 5ാമത്തെ നിലയിൽ പോകാന്ന് പറഞ്ഞാൽ പോരെ? അല്ലെങ്കിൽ നമ്മൾ വെളിയിൽ നിന്ന് 5ാമത്തെ നിലയിലേക്ക് ചാടിയാൽ അവിടെ എത്തില്ല. ചിലപ്പം കാല് ഒടിഞ്ഞു വീണു പോകും. കേട്ടാ? ആർക്ക് പറയാം? മുഹ്സിന പറഞ്ഞ പറയാം അർത്ഥം പറയും. അൽഹാക്കും നിങ്ങളെ അശ്രദ്ധരാക്കി. തകാസുർ പരസ്പരം. എന്ത് പരസ്പരം? എന്ത് പരസ്പരം? പരസ്പരം എന്താ? പരസ്പരം മീൻസ് each other what? പരമനടിക്കൽ. പെരുമ നടിക്കൽ. ഹത്താസുർത്തും സന്ദർശിക്കുന്നത് വരെ. അൽ മക്കാബർ നിങ്ങൾ സന്ദർശിക്കുന്നത് വരെ. മക്കാബർ ശ്മശാനങ്ങൾ. അൽ മക്കാബർ ശ്മശാനങ്ങൾ. അല്ല അങ്ങനെയല്ല. സൗഫ പിന്നീട്. താലമൂൻ നിങ്ങൾ അറിയും. സുമ്മ കല്ല പിന്നെയും വേണ്ട. സൗഫ താലമൂൻ നിങ്ങൾ അറിയും. അല്ല അങ്ങനെയല്ല. പിന്നീട് നിങ്ങൾ അറിയും. സൗഫ താലമൂൻ പിന്നീട് നിങ്ങൾ അറിയും. സൗഫ താലമൂൻ പിന്നീട് നിങ്ങൾ അറിയും. കല്ല അങ്ങനെയല്ല. ലൗ താലമൂൻ നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ. ഇൽമ് അറിവ്. യഖീൻ ഇൽമൽ യഖീൻ. ഇൽമൽ യഖീൻ എവിടെ പോയി? കിട്ടുന്നില്ല. ഇൽമൽ യഖീൻ എവിടെ പോയി മുഹ്സിന? ഇൽമൽ യഖീന്റെ അർത്ഥം പറയും. ദൃഢമായ അറിവ്. ഓക്കെ. ഇപ്പൊ ഏത് മയക്കാ ഉപയോഗിച്ചത്? കമ്പ്യൂട്ടറില്ല. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ശരിയാവുന്നുണ്ട്. ഓക്കെ. എനി ഡൗട്ട് ഫ്രണ്ട്സ്? ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. അൽഹാക്കുമുത്ത് തകാസുറിന്റെ അർത്ഥം പഠിക്കണം. അൽഹാക്കുമുത്ത് തകാസുറിന്റെ അർത്ഥം പഠിക്കണം. പിന്നെ ഏതാ പഠിക്കാനുള്ളത്? 3 ക്രിയ എഴുതണം. ഒരു ദിവസം ഒരു ക്രിയ എഴുതണം. ഇനി എത്ര ദിവസം ഉണ്ട് ക്ലാസ്സിന്? അടുത്ത ക്ലാസ്സിന് 4 ദിവസം. 3 ദിവസം. ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ. വെനസ്ഡേ സബക്ക, പിന്നെ വെനസ്ഡേ സബക്ക, തേഴ്സ്ഡേ സബക്ക കഴിഞ്ഞിട്ട് അടുത്ത് എന്താ പഠിച്ചത്? സബക്ക കഴിഞ്ഞിട്ട് ലലമ,
ഫ്രൈഡേ തേഴ്സ്ഡേ ഫ്രൈഡേ ലലമ, പിന്നെ ലലമ കഴിഞ്ഞിട്ട് ഗഫറ. ഓക്കെ, മൂന്ന് ക്രിയ എഴുതണം. സൂറത്തുൽ ഫീൽ പറയാത്തവര് കാണാതെ പഠിച്ച് എഴുതണം. രണ്ടാമത് ഒന്നുകൂടെ കേട്ടാ? ഒരു പ്രാവശ്യം എഴുതി ഇന്ന് കാണാതെ പറയാൻ, ഇന്ന് മീനിങ് പറഞ്ഞില്ലല്ലോ ചില ആൾക്കാര്. അപ്പൊ അവർക്ക് ഇമ്പോസിഷൻ വേണ്ടേ? ഇന്ന് പറഞ്ഞവരാരും എഴുതണ്ട, പറയാത്തവർ എഴുതണം കേട്ടാ? ഓക്കെ, തക്കാസുർ 5 വരെയാണോ അർത്ഥം പഠിച്ചിട്ടുണ്ട്? തക്കാസുർ 5 വരെ നമ്മളെ യൂണിറ്റ്, നമ്മൾ ഓരോ യൂണിറ്റ് അനുസരിച്ചാണ് എടുക്കുന്നത് കേട്ടാ. ഈ ക്രിയകൾ നമ്മൾ വേറെ സ്റ്റെപ്പ് രീതിയിലാണ് എടുക്കുന്നത്. ഇപ്പം നമ്മൾ അൽഹാഖ് മുത്തക്കാസുർ പഠിച്ചത് യൂണിറ്റ് 17 കേട്ടാ. യൂണിറ്റ് 17 യൂണിറ്റ് 17ന്റെ ആയത്ത് 5 വരെയാണോ? യൂണിറ്റ് 17 5 വരെയാണ് ഉള്ളത് കേട്ടാ. അർത്ഥം പഠിക്കാനുള്ളത് യൂണിറ്റ് 17 ടെക്സ്റ്റ് ബുക്കിൽ യൂണിറ്റ് 17 5 വരെ അർത്ഥമാണുള്ളത് കേട്ടാ. ഓക്കെ, ഇതിന്റെ പ്രസന്റേഷൻ ആയിട്ട് തരും. പ്രസന്റേഷനിലുള്ള വാക്കർത്ഥം നല്ലവരെ പഠിക്കണം കേട്ടാ. പ്രസന്റേഷനിലുള്ള വാക്കർത്ഥം കണ്ടാ? ഈ പ്രസന്റേഷനിൽ വാക്കർത്ഥം കൂടുതൽ ഇട്ടിട്ടുണ്ട്. പോക്കറ്റ് ഗൈഡിൽ ഇല്ലാത്ത കുറെ വാക്കർത്ഥം പ്രസന്റേഷനിലുണ്ട് കേട്ടോ. അപ്പോൾ പ്രസന്റേഷൻ ആയിട്ട് തരും. പ്രസന്റേഷൻ PDF ആണ്. ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് വായിക്കണം. ഓക്കെ ഓക്കെ ഫ്രണ്ട്സ്. ഓക്കെ സർ. ഓക്കെ, കഴിഞ്ഞ ദിവസം ക്ലാസ് തീരുന്നതിന് മുമ്പ് ആരൊക്കെ പോയാ? ക്ലാസ് തീരുന്നതിന് മുമ്പ് ആരെങ്കിലും പോയാ കഴിഞ്ഞ ദിവസം? എത്ര മണിക്ക് ക്ലാസ് തീരുന്ന എത്ര മണിക്കെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ക്ലാസ് തീരുന്നതിന് മുമ്പ് പോയോന്നാണ് ചോദിച്ചത്. ക്ലാസ് തീരുന്നതിന് മുമ്പ് പോകുന്നവർ പറഞ്ഞിട്ട് വേണം പോകാൻ. എനിക്കറിയണം പോകുന്നുണ്ടെന്നുള്ളത്. അങ്ങനെ നമുക്ക് നേരത്തെ നിർത്താം കേട്ടോ. നമ്മള് എത്ര പേരുണ്ടായിരുന്നു? 16 ഉണ്ടായിരുന്ന. അപ്പൊ ആരൊക്കെയാ നേരത്തെ പോയത്? കണ്ടില്ല, പക്ഷേ ഇപ്പൊ നോക്കിയപ്പോ. ഓക്കെ, അപ്പൊ അടുത്ത പ്രാവശ്യം പിടിക്കണം നമുക്ക് ആരൊക്കെയാ പോകുന്നത് കേട്ടാ. നെയ്ല ഫാത്തിമ ഡബിൾ ആണ്. പിന്നെ സാറ് അപ്പോഴത്തേക്കും ബാക്കി 9 പേരേ ഉള്ളൂ. ഓക്കെ, എല്ലാത്തിലേക്ക് നമുക്ക് പിടിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോ നമുക്ക് നേരത്തെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ നിർത്താൻ പ്രശ്നമില്ല. നമ്മൾ ക്ലാസ് അല്ല അധികം എടുക്കുന്നത്, നമ്മൾ പറയലാണ്. പ്രാക്ടിക്കലും പ്രാക്ടീസും നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കലാണ് നടക്കുന്നത്. നമ്മൾ കൂടുതൽ പഠിപ്പിക്കുന്നില്ലല്ലോ. ആകെ പഠിപ്പിച്ചത് 15 മിനിറ്റാണ് പഠിപ്പിച്ചത് അല്ലേ? 3 പ്രാവശ്യം ഞാൻ ഇത് സബക്ക ലലമ ഗഫറ പറഞ്ഞു. അത് 15 മിനിറ്റ്, അത് ഒരു 5-10 മിനിറ്റ്. ഓരോന്ന് പറയാൻ വേണ്ടി 1 മിനിറ്റാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിലൊരു കൂടി ഒന്ന് 5 മിനിറ്റ് എടുക്കുക. സബക്ക ഗഫറ ലലമ എടുക്കാൻ വേണ്ടി 15 അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 10 മിനിറ്റ് എടുക്കാം. ഇപ്പൊ 15 മിനിറ്റ് 40 മുതൽ തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര മിനിറ്റായി? 40 മുതൽ ഇപ്പൊ 15 20 മിനിറ്റ് ആയി അല്ലേ? ഓക്കെ, 20-30 മിനിറ്റ് ആയി. ഓക്കെ, ക്ലാസ് ട്രാക്കിലാണോ? എങ്ങനെ ക്ലാസ് കറക്റ്റ് പാഠം കറക്റ്റ് ആയിട്ടല്ല പോകുന്നത്. നമ്മൾ കുറച്ച് അഡ്വാൻസ് ആയി പോകണം, സ്പീഡ് പോകണം. നിങ്ങൾ പഠിക്കാത്തോണ്ടാ, കുറച്ച് പേര് പഠിക്കുന്നില്ല. എത്ര എത്തേണ്ടാണ്? ഇപ്പൊ നമുക്ക് എത്തേണ്ടത് 20 യൂണിറ്റ് എത്തണം. ഓക്കെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുചേരൽ സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഫി അമാനില്ലാഹ്. ഇലാ ലിഖാ ഫി അമാനില്ലാഹ്. അസ്സലാമു അലൈക്കും.